ഗുഡ് ഈവനിങ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മുടെ കോപ്പറേറ്റീവ് ലോയുടെയും കോർപ്പറേഷൻ്റെയൊക്കെ ക്രമത്തിന് ക്വസ്റ്റ്യൻസിൻ്റെ ഓരോ ചാപ്റ്ററും അതിലുൾപ്പെടുന്ന ക്വസ്റ്റ്യൻസൊക്കെ ആയിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ലോയ്ക്കകത്തിലെ ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററായ രജിസ്ട്രേഷനും തേർഡ് ചാപ്റ്ററായ മെമ്പർഷിപ്പിൻ്റെ ഒക്കെ തുടങ്ങിയായിരുന്നു. അതുപോലെ കോർപ്പറേഷനകത്തിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റും ജർമ്മനിയുടെയും ഇംഗ്ലണ്ടിൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ചോദിക്കാവുന്ന എല്ലാം ക്രമത്തിന് എടുത്തു വരികയായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇക്കഴിഞ്ഞ നടന്ന പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ ഡിസ്കഷൻ വേണ്ടിയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതാ ക്വസ്റ്റ്യൻ്റെ ആൻസർ അങ്ങനെ എത്തിയതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്കൊന്നറിയാനും അതിനോടൊപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ചില മറ്റു കാര്യങ്ങളും കൂടിയൊക്കെ ചർച്ച ചെയ്യുകയാണ് ഇന്നത്തെ ക്ലാസ്. നമ്മൾ ആ ഓരോ ക്വസ്റ്റ്യനും ഇവിടെ ചർച്ച ചെയ്യുന്നതിനോടൊപ്പം അതിനോട് അനുബന്ധമായിട്ട് ഓർത്തിരിക്കേണ്ട അത്യാവശ്യം ചില കാര്യങ്ങൾ മറ്റ് പരീക്ഷകൾക്കൊക്കെ ചോദിച്ചതും അതും ഇതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. കൂടാതെ ചില ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ ഓൾറെഡി എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ നമ്മുടെ യൂട്യൂബിലൂടെയും വിവിധങ്ങളായ യൂട്യൂബിലൂടെയും പിന്നെ അതുപോലെ തന്നെ എക്സാം ബോർഡ് ഇട്ട പ്രൊഫഷണൽ ആൻസർ കീയിലൂടെ ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്നത് ആൻസറാണെന്ന് പറയാൻ വേണ്ടിയല്ല ഈ ക്ലാസ്. ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ അങ്ങനെ വന്നതിൻ്റെ പിന്നിലും അതിനോടനുബന്ധമായ കാര്യങ്ങളും കൂടെ നമ്മളൊന്ന് ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്കറിയാം, ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് അഥവാ ICA വാസ് ഫൗണ്ടഡ് ബൈ ICA കോൺഗ്രസ് ഇൻ. ആദ്യത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത് 1895 ഓഗസ്റ്റ് 19 മുതൽ 21 വരെ കാലഘട്ടത്തിൽ, ചിലയിലൊക്കെ 23 കിടപ്പുണ്ട്, ആ കാലഘട്ടത്തിൽ നടത്തിയ ആ യോഗത്തിൽ വെച്ചാണ് ICA രൂപീകരിക്കുന്നത്. അതെവിടെയാണ് ആ കോൺഗ്രസ് ആദ്യമായിട്ട് നടന്നതെന്നാണ് ചോദ്യം. അത് വളരെ ഈസിയായൊരു ക്വസ്റ്റ്യനാണ്. ലണ്ടൻ എന്ന് നിങ്ങൾ ICA പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ വിശാലമായി പഠിക്കാത്തവർ പോലും ബേസിക് കാര്യങ്ങൾ പഠിച്ച കൂട്ടത്തിൽ അറിഞ്ഞു വെക്കുന്നതാണ്. ലണ്ടൻ കോൺഗ്രസ്സിൽ വെച്ചാണ് ICA 1895 ഓഗസ്റ്റ് മാസം 19-ാം തീയതി രൂപീകൃതമായത്. അപ്പം എൻ്റെ ആൻസർ ലണ്ടനാണ്. ഇതിനോടൊപ്പം ചില കാര്യങ്ങളും കൂടി നമ്മളൊന്ന് ഓർക്കുകയാണ്. നമുക്ക് പ്രധാനമായിട്ടും ചില കോൺഗ്രസ്സുകൾ, അതായത് 1937 പാരീസിൽ വെച്ച് കൂടിയ കോൺഗ്രസ്സിലായിരുന്നു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആദ്യമായിട്ട് ICA എന്ന പേരിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആക്കിയെടുത്തത്. അതുവരെ റോക്ക്ഡേലിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് അറിയപ്പെട്ടിരുന്നത് 37 പാരീസ് കോൺഗ്രസ്സിൽ വെച്ച് അതേ പ്രിൻസിപ്പിൾ തന്നെ എസെൻഷ്യൽ എന്നും നോൺ എസെൻഷ്യൽ എന്നും തിരിച്ചുകൊണ്ട് പാരീസ് കോൺഗ്രസ്സിൽ വെച്ചാണ് ആ പ്രിൻസിപ്പിൾസ് വന്നത്. മറ്റൊന്ന് ഓർത്തിരിക്കേണ്ടത്, പ്രിൻസിപ്പിൾസൊക്കെ ഒന്ന് പുതുക്കണം, പുതിയ പ്രിൻസിപ്പിൾസ് ഉണ്ടാകണം. നിലവിലുള്ള പ്രിൻസിപ്പിൾസൊക്കെ ഒന്ന് പുനർക്രമീകരിക്കണം. റോക്ക്ഡേലിൻ്റെ പ്രിൻസിപ്പിൾസ് അതുപോലെ പകർത്തുകയല്ല, അതിൽ ചില റീഫോർമുലേഷൻ നടത്തി പുതുക്കി അവതരിപ്പിക്കണമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ
1963 ബോൺമൗത്തിൽ വെച്ച് കൂടിയ കോൺഗ്രസിലാണ് കാർവേയെ കമ്മിറ്റി ചെയർമാനായിട്ട് നിയമിക്കുന്നത്. കാർവേ അല്ല, ഒരു പുതിയ പ്രിൻസിപ്പിൾസ് ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി പറഞ്ഞത് 1963 ആ ബോൺമൗത്ത് കോൺഗ്രസിൽ വെച്ചാണ്. എന്നാൽ പിന്നീട് നമ്മുടെ ICAയുടെ ഒരു സെൻട്രൽ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി ഇതിനു വേണ്ടി ഒരു കമ്മിറ്റിയെ രൂപീകരിക്കാൻ. ആ കമ്മിറ്റി രൂപീകരിച്ചത് 64 അത് ബോൺമൗത്ത് 63 കോൺഗ്രസിലാണ് പുതിയ പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കണമെന്നും ആ കമ്മിറ്റി രൂപീകരിക്കുന്നതിന് വേണ്ടി ICAയുടെ സെൻട്രൽ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1964 കാർവേ ചെയർമാനാക്കിക്കൊണ്ടുള്ള കമ്മിറ്റി രൂപീകരിച്ചത്. അപ്പോൾ കമ്മിറ്റി രൂപീകരിച്ച 64 പ്രത്യേകിച്ച് കോൺഗ്രസ് കൂടിയില്ല. അതിന് തൊട്ട് മുമ്പിലത്തെ വർഷമായ 63 ബോൺമൗത്തിൽ വെച്ച് കോൺഗ്രസ് കൂടിയത്. അത് ഈ പുതിയ പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കാൻ തീരുമാനിച്ചത് ആ കോൺഗ്രസ്സിലാണ്. മറ്റൊന്ന്, കാർവേയുടെ റെക്കമെൻഡേഷൻ അടങ്ങുന്ന പുതിയ പ്രിൻസിപ്പിൾസ് അംഗീകരിച്ചത് വിയന്നയിൽ വെച്ചായിരുന്നു. 1966 വിയന്ന കോൺഗ്രസ്. അതും പലപ്പോഴും ചോദിച്ചതായതുകൊണ്ട് ഓർത്ത് വെക്കുക. 1992 പുതിയ പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കാൻ ടോക്കിയോ കോൺഗ്രസിൽ വെച്ച്, അതായത് ICAയുടെ 30ാം കോൺഗ്രസ് ആയിരുന്നു ടോക്കിയോ കോൺഗ്രസ്. ICAയുടെ 30ാമത്തെ കോൺഗ്രസിൽ വെച്ച്, അത് ടോക്കിയോയിൽ വെച്ച് കൂടിയ 30ാമത്തെ കോൺഗ്രസിൽ ആണ് മെഫേഴ്സനെ അപ്പോയിന്റ് ചെയ്യുന്ന കമ്മിറ്റി. അത് വേറെയാണ്. ഞാൻ ഇവിടെ പറയുന്ന ICAയുടെ ചില പ്രധാനപ്പെട്ട നമ്മുടെ വർഷങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചതൊന്ന് റെഫർ ചെയ്യുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ICAയിട്ട് പഠിക്കാനുണ്ട്, അതെല്ലാം പറയുകയല്ല. 30ാമത്തെ കോൺഗ്രസിൽ വെച്ചാണ് 92 ടോക്കിയോയിൽ വെച്ച് കമ്മിറ്റിയെ വെക്കുന്നത്. 31ാം കോൺഗ്രസിൽ വെച്ചാണ് 95 മാഞ്ചസ്റ്ററിൽ ആ പുതിയ പ്രിൻസിപ്പിൾസ് അംഗീകരിക്കുന്നത്. അപ്പോൾ 37 പാരീസ് കോൺഗ്രസും 63 ബോൺമൗത്ത് കോൺഗ്രസും 66 വിയന്ന കോൺഗ്രസും 92 ടോക്കിയോ കോൺഗ്രസും 95 മാഞ്ചസ്റ്റർ കോൺഗ്രസും. അത് ഈ വർഷങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. ഇത് 31ാം കോൺഗ്രസ്, ഇത് 30ാം കോൺഗ്രസ് ആണെന്നും അടുത്ത ഒന്ന് ഓർത്ത് വെക്കുക. കൂടാതെ നമ്മുടെ അടുത്ത കോൺഗ്രസ് 2025 സ്പെയിനിലെ ബാഴ്സലോണയിൽ വെച്ച് കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഒക്ടോബർ 27 മുതൽ 30 വരെയാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ തീമെന്ന് പറയുന്നത് നോയിങ് പാസ്റ്റ്, അതായത് ഭൂതകാലത്തെപ്പറ്റി അറിഞ്ഞ് ക്രിയേറ്റിംഗ് ഫ്യൂച്ചർ, ഭാവി രൂപപ്പെടുത്തുക. ഇതാണ് അതിൻ്റെ തീമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളും കൂടി ഒന്ന് സൂചിപ്പിച്ച് ആ ക്വസ്റ്റ്യൻ ലണ്ടനാണെന്നോർത്ത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The modern concept of cooperation is altogether different from primitive one. It denotes a special method of doing business. പഴയ ചിന്താഗതി അല്ലെങ്കിൽ പഴയ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ കാഴ്ചപ്പാടാണിപ്പോൾ. ഇതൊരു കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു പുതിയ തരം ബിസിനസ്സാണ്.
ദിസ് ഇൻ്റർപ്രിട്ടേഷൻ വാസ് ഗിവൺ ബൈ ഡാഷ് എന്നാണ്. നമുക്കറിയാം ഹജീലയാണ്, TN ഹജീല ആണ് അദ്ദേഹത്തിൻ്റെ ബുക്കിലാണ് ഈ വാക്ക് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേരാണ് കോഓപ്പറേഷൻ പ്രിൻസിപ്പിൾസ് പ്രോബ്ലംസ് ആൻഡ് പ്രാക്ടീസ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര്. ഈ പുസ്തകത്തിൽ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. അതായത് നമ്മുടെ ഹജീലയുടെ കോഓപ്പറേഷൻ പ്രിൻസിപ്പിൾ പ്രോബ്ലംസ് ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്ന ഹജീലയുടെ TN ഹജീലയുടെ ഒരു പുസ്തകമാണ്. നിങ്ങൾക്കറിയാം 300-400 പേജുള്ളൊരു പുസ്തകമാണ്. ആ പുസ്തകം തുടങ്ങുന്നത് ജനറലി സ്പീക്കിംഗ് കോഓപ്പറേഷൻ മീൻസ് ലിവിങ്, തിങ്കിങ് ആൻഡ് വർക്കിംഗ് ടുഗദർ. പൊതുവായിട്ട് സഹകരണത്തെ പറ്റി പറയുന്നത് അത് അദ്ദേഹം പറയുന്നതായിട്ടല്ല, പൊതുവെ നമ്മളുടെ ഈ മേഖലയിലുള്ളവരെല്ലാം പൊതുവായി പറയുന്നൊരു കാര്യം കോഓപ്പറേഷൻ എന്ന് പറയുന്നത് ലിവിങ്, തിങ്കിങ് ആൻഡ് വർക്കിംഗ് ടുഗദർ എന്നാണ്. ഒരുമിച്ച് ജീവിച്ച് ചിന്തിച്ച് പ്രവൃത്തി ചെയ്തു പോകുന്നതെന്നാണ്. ഇൻ ഇറ്റ്സ് ടെക്നിക്കൽ സെൻസ്, എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ടെക്നിക്കൽ സെൻസിൽ പറഞ്ഞാൽ, സാങ്കേതികപരമായി പറഞ്ഞാൽ, ഇറ്റ് ഡിനോട്ട് എ സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഇതൊരു ബിസിനസ് ആരംഭിക്കുന്നതിൻ്റെ സ്പെഷ്യൽ മെത്തേഡാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ തുടക്കം. തുടക്കത്തിൽ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അതിൽ രണ്ടാമത്തെ സെൻറ്റൻസായിട്ട് തന്നെയാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്ന ആര് എന്ന് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം തുടങ്ങുന്നത് ഇങ്ങനെയാണെങ്കിലും രണ്ടാമത്തേനകത്ത് ഇറ്റ് ഡിനോട്ട് എ സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കോഓപ്പറേഷൻ പ്രിൻസിപ്പിൾ പ്രോബ്ലംസ് ആൻഡ് പ്രാക്ടീസിൻ്റെ പുസ്തകം തുടങ്ങുന്നത് തന്നെ. ഇതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. അപ്പോൾ ആൻസർ ഹജീലയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇക്കണോമിക് ബെനിഫിറ്റ് ഓഫ് കോഓപ്പറേഷൻ. ഇത് നമ്മൾ എപ്പോഴും അങ്ങ് കാണാതെ പഠിച്ചു പോയി പരീക്ഷ എഴുതാവുന്നതല്ല. ആ ടേം വായിക്കുമ്പോൾ തന്നെ നമുക്ക് സാമ്പത്തികപരമായ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നു എന്ന് നമുക്ക് സാമാന്യ യുക്തിക്ക് മനസ്സിലാക്കുകയും, അല്ലാതെ ഇന്നതൊക്കെയാണെന്ന് കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് ഇന്നതൊക്കെയാണ് എക്കണോമിക് ബെനിഫിറ്റ് എന്ന് ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയാനൊക്കത്തില്ല. വിവിധ ആളുകൾ വിവിധങ്ങളായ ആൾക്കാരുടെ അഭിപ്രായത്തിൽ വിവിധങ്ങളായിട്ടുള്ള ഇക്കണോമിക് ബെനിഫിറ്റുകളുണ്ട്. ചില ബുക്കിലൊക്കെ ചിലത് കാണും, മറ്റു ചില ബുക്കിൽ വേറെ കാണും. അതുകൊണ്ട് എക്കണോമിക് ബെനിഫിറ്റ് എന്ന് പറഞ്ഞ് ഒരു ക്ലിയർ കട്ടായിട്ട് ഇന്നതെന്ന് മറ്റൊക്കെ നമ്മൾ പഠിക്കുന്നത് പോലെ പഠിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ പരീക്ഷയ്ക്ക് കുറച്ചൊക്കെ പഠിച്ചുകൊണ്ട് പോയാൽ പോലും അത് നമ്മൾ അതിൽ കാണുന്ന അതിൻ്റെ ആ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് എഴുതാൻ പറ്റും. ഇത് തന്നെ മോർ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്ന് വെച്ചാൽ സമ്പത്ത് തുല്യമായിട്ട് വീതം വെക്കുക എന്ന് പറയുന്ന ഒരു സാമ്പത്തിക കാര്യമാണ്, ഒരു സാമ്പത്തികമായ മെച്ചമാണ്. തുല്യമായി വീതം വെക്കുമ്പോൾ എല്ലാവർക്കും തുല്യത കിട്ടും എന്നുള്ളത് ഒരു സാമ്പത്തിക നേട്ടമായിട്ട് കാണാം. അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് മൊത്തം പോകുന്നു, കുറച്ച് ആൾക്കാർക്ക് കുറച്ച്, അതൊരു സാമ്പത്തികമായൊരു നേട്ടമായി പറയാൻ ഒക്കുകയില്ലല്ലോ. അപ്പം അതൊരു സാമ്പത്തികമാണ്. സ്റ്റെബിലൈസേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ്, തൊഴിലിനെ സ്ഥിരത കൊടുക്കുക, അതായത് നമ്മുടെ രാജ്യത്ത് ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകാതിരിക്കുക, ബിസിനസ് സൈക്കിൾസ് ഉണ്ടാകാതിരിക്കുക, ട്രേഡ് സൈക്കിൾസായിട്ടുള്ള റിസഷനും ഡിപ്രഷനും ഒക്കെ ഉണ്ടാകാതിരിക്കുക. അത് നമ്മുടെ സഹകരണ പ്രസ്ഥാനം അതിന് സഹായിക്കുന്നുണ്ട്. അതൊരു സാമ്പത്തികമായ നേട്ടമാണ്. ലോക സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത്. പിന്നെ ബ്രിങ് ആൻ എൻഡ് ടു മോണോപ്പൊളിസ്റ്റിക് ടെൻഡൻസീസ്. എല്ലാം മോണോപ്പൊളി, എ സിംഗിൾ സെല്ലർ. മോണോ മീൻസ് സിംഗിൾ ആൻഡ് പൊളി മീൻസ് സെല്ലർ എന്നാണ്. ഒരു സിംഗിൾ സെല്ലറിലേക്ക്
എല്ലാം കൂടെ ഉൽപാദനം, ഒരാൾ ഒരു ഉൽപ്പന്നം അയാൾ മാത്രം ഉൽപ്പാദിപ്പിച്ച് ജനങ്ങളെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യുന്ന രീതിയിൽ നിന്നൊരു മാറ്റം വരുത്തുക. അപ്പം അതും സാമ്പത്തികമാണെന്നറിയാം. അപ്പോൾ ഇതിനകത്തിൽ ക്രിയേറ്റ് ആൻ എക്സ്പെർട്ട്, അത് സാമൂഹ്യപരമായിട്ടോ മറ്റേതെങ്കിലും രീതിയിലോ അത് പറഞ്ഞാലും പക്ഷെ അതൊരു സാമ്പത്തികമല്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് ഇത് ആൻസറായിട്ട് എഴുതാം. അതിനോടൊപ്പം ഇക്കണോമിക് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇൻക്രീസ്ഡ് മാർക്കറ്റ് അസറ്റ്, മാർക്കറ്റിൽ കൂടുതൽ ഇടപെടൽ ഉണ്ടാക്കുന്ന സംഘം. ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി, എഫിഷ്യൻസി വർദ്ധിക്കുന്നു രാജ്യത്തെ ഉൽപ്പാദന മേഖലയിൽ സഹകരണ സംഘത്തിലൂടെ. റെഡ്യൂസ് കോസ്റ്റ്, ഉൽപ്പാദന ചെലവ് കുറയ്ക്കാൻ സഹകരണ സംഘങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇക്കണോമിക് സ്റ്റെബിലിറ്റി, ഇതാണ് നമ്മുടെ റിസഷൻ, ഭൂമൊന്നും ഡിപ്രഷനൊന്നും ഉണ്ടാകാതിരിക്കുക. വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ, അതായത് തുല്യമായിട്ട് സമ്പത്ത് വീതം വെക്കുക. ഇന്നവേഷൻ, പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുക. റെസിസ്റ്റ് മോണോപ്പൊളി, ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ ചില ബുക്കിലൊക്കെ കിടക്കുന്നതിൻ്റെ മറ്റൊരു രൂപത്തിലാണ് മറ്റേ പറഞ്ഞിരിക്കുന്നുള്ളതേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഇതിനകത്ത് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ എക്കണോമിക് സ്റ്റെബിലിറ്റിയുടെ ഒരു പോയിന്റ് മറ്റൊരു രൂപത്തിലൂടെ പറയുന്നുണ്ട്. വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ എന്നുള്ളത് മറ്റൊരു രൂപത്തിൽ പറയുന്നുണ്ട്. റെസിസ്റ്റ് മോണോപ്പൊളി എന്ന് ഇതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കണം എന്ന് നിർബന്ധം പിടിക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കി എഴുതാൻ കഴിയണം. അതാണ്. ഇനി സോഷ്യൽ ബെനിഫിറ്റായിട്ടും പല ബുക്കുകളിലും പലതും പറയുന്നുള്ളതിൽ ഫോസ്റ്ററിങ് സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി, ഒരു കൂട്ടായ്മയുടെ ഒരു ചിന്താഗതി ഉണ്ടാക്കുന്നു. പ്രൊമോട്ടിങ് എമ്പതി, ബിൽഡിംഗ് ട്രസ്റ്റ്. അപ്പം അതൊക്കെ ഒരു സമൂഹത്തിൽ എല്ലാവരെയും സ്നേഹിക്കുകയും ഒരു കൂട്ടായ്മയും ഒരു വിശ്വാസമൊക്കെ ഉണ്ടാക്കാൻ സഹകരണ പ്രസ്ഥാനത്തിന് കഴിയുന്നുണ്ട്. പിന്നെ മോറലായിട്ട് പറയുമ്പോൾ സ്ട്രോങ് റിലേഷൻഷിപ്പ്, ഒരു നല്ല ബന്ധം, എല്ലാവരോടും ബന്ധത്തിൽ പോകാനുള്ള ഒരു ധാർമ്മികത. പ്രൊമോട്ടിങ് ഷെയർ ഓഫ് ഗോൾസ്, ലക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള, ഇങ്ങനെ പല രൂപത്തിൽ പറയുന്നുണ്ടെങ്കിലും ഇത് മാത്രം കൊണ്ട് ആണോ എന്ന് ചോദിച്ചാൽ, ഇത്രയും പഠിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ ആകുന്നില്ല. ഓരോന്നും നമുക്ക് പ്രത്യേകിച്ച് എക്കണോമിക് ബെനിഫിറ്റ് പെട്ടെന്ന് നമുക്കറിയാൻ പറ്റും. അതല്ലാത്ത ഏതെങ്കിലും ആണെങ്കിൽ എഴുതി വെക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് റോക്ക്ഡെയിൽ പയനിയേഴ്സ്. അപ്പോൾ അത് നമ്മളെ ഒരുപാട് വട്ടം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അത് കൂടുതൽ റോക്ക്ഡെയിൽ പയനിയേഴ്സിൻ്റെ പ്രിൻസിപ്പിൾ അറിഞ്ഞു വെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആൻസർ, ഒരു രീതി. റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞാൽ നമുക്കതിൻ്റെ ആൻസറിലെത്താൻ പറ്റും. ഓപ്പൺ മെമ്പർഷിപ്പ് ഉണ്ടെന്നറിയാം, ഡെമോക്രാറ്റിക് കൺട്രോൾ ഉണ്ടെന്നറിയാം, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അന്ന് ഷെയറിനും ചില പലിശ കൊടുത്തിരുന്നു, ഇപ്പം ഷെയറിന് ഡിവിഡൻ്റാണ് നമുക്കറിയാം. പക്ഷെ ആദ്യകാലത്ത് ജനങ്ങൾക്ക് ഷെയർ എടുക്കാൻ വേണ്ടിയുള്ളൊരു പ്രചോദനം ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റ് കൊടുത്തിരുന്നത് ചെറിയ പലിശയായിരുന്നു, അത് റോക്ക്ഡെയിലുകാർ നൽകിയിരുന്നു. പാട്രണേജ് ഡിവിഡൻറ്റ് കൊടുത്തിരുന്നത് ഷെയറിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഓരോരുത്തരും ആ സംഘത്തിൽ നിന്ന് നടത്തുന്ന ട്രാൻസാക്ഷൻ്റെ അടിസ്ഥാനത്തിൽ ഡിവിഡൻറ്റ് കൊടുക്കുന്ന രീതിയാണ് പാട്രണേജ് ഡിവിഡൻറ്റ്. ക്യാഷ് ട്രേഡിങ്, കാരണം ക്യാഷ് ആൻഡ് ക്യാരി എന്നായിരുന്നു പ്രിൻസിപ്പിൾ. സാധനം വാങ്ങിക്കുമ്പോൾ രൊക്കം പൈസയ്ക്കേ ഉള്ളൂ, നോ ക്രെഡിറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, മതപരമായും രാഷ്ട്രീയമായിട്ടും പ്രത്യേകിച്ച് ഒരു പങ്കുചേരലില്ല. പിന്നെ പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, ഇത്രയും 7 എണ്ണമാണെങ്കിലും ചില ബുക്കിലൊക്കെ അവരുടെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയാനൊക്കത്തില്ല, അത് അവരുടെ ഒരു രീതിയായിരുന്നു, അത് അവരുടെ ഒരു നയമാണ്. അൺഅഡൾട്ടേഡ്, അതായത് മായം ചേർക്കാത്ത സാധനങ്ങൾ, അത് അപ്രധാനമാണെന്നുള്ളത് കൊണ്ട് നമ്മൾ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കും. ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊക്കെയാണ് അല്ലാത്തതെന്ന് ചോദിച്ചാൽ ഓപ്പൺ മെമ്പർഷിപ്പും ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ക്യാഷ് ട്രേഡിങ്ങും അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും കോർപ്പറേഷൻ അമംഗ് കോപ്പറേറ്റീവ്സ്. അല്ലാതെ ഈ ക്വസ്റ്റ്യൻ പഠിച്ചുകൊണ്ട് പോയി ഈ ക്വസ്റ്റ്യൻ കാണാൻ പഠിച്ചിട്ട് കോർപ്പറേഷൻ അമംഗ് കോപ്പറേറ്റീവ്സ് ഒന്ന് കാണാൻ പഠിച്ച് പരീക്ഷയ്ക്ക് പോയിട്ട് കാര്യമില്ല.
അവിടെ വേറെ ഏതെങ്കിലും കയറി വരാം. നമ്മൾ ബേസിക്കായിട്ട് റോക്ക്ഡേൽ പ്രിൻസിപ്പിൾസ് പഠിച്ചു വെച്ചാൽ നമുക്ക് ആൻസർ എഴുതാം. ഇത് നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ നിങ്ങൾ എത്ര പേരുണ്ടെന്ന് അറിയത്തില്ല, ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്തവർ, ഞാൻ നമ്മുടെ 2011 97ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഭരണഘടനാ ഭേദഗതി 2011 പാസ്സാക്കി. അത് നമ്മുടെ നിയമത്തിൽ, ഈ ഭരണഘടനയിൽ ഈ ഭേദഗതികൾ എല്ലാം സുപ്രീം കോടതി റദ്ദാക്കി. കാരണം ഈ ഭരണഘടനാ ഭേദഗതികൾ നമ്മുടെ ഫെഡറൽ സംവിധാനത്തിനുള്ള, നമ്മുടെ രാജ്യം ഫെഡറൽ സംവിധാനത്തിലാണ്, സംസ്ഥാനവും കേന്ദ്രവും എന്ന രീതിയിലാണ് ഉള്ളത്. ആ ഫെഡറൽ സംവിധാനത്തിന് എല്ലാത്തിനും വിഘാതം സൃഷ്ടിക്കുന്ന രീതിയിലാണ് 2011 97ാം ഭരണഘടനാ ഭേദഗതി എന്ന് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ ഭേദഗതി അതിനെതിരെ വിവിധ കോടതികളിൽ ഈ ഭരണഘടനാ ഭേദഗതി ഭരണഘടനയ്ക്ക് തന്നെ വിരുദ്ധമാണെന്നും സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കുന്ന ഒരു ഭേദഗതിയാണിതെന്നും അതുകൊണ്ട് ഇത് റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് താഴേക്കിടയിലുള്ള കോടതി മുതൽ സുപ്രീം കോടതി വരെ അപ്പീലും മറ്റുമൊക്കെയായി പോയി സുപ്രീം കോടതി ഈ 97ാം ഭരണഘടനാ ഭേദഗതി റദ്ദ് ചെയ്തു. അതോടുകൂടി ഈ 97ാം ഭരണഘടനാ ഭേദഗതി ഇല്ല എന്നുള്ളത് വന്നപ്പോൾ പിന്നെന്തിനാ അത് പഠിക്കുന്നതെന്നൊരു ചോദ്യം. ആ ഭരണഘടന നമ്മുടെ നിയമത്തിൽ തന്നെ ഏതെങ്കിലും സെക്ഷൻ ഒമിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ റൂള് ഒമിറ്റ് ചെയ്താൽ പിന്നെ അത് പഠിക്കേണ്ടതല്ലോ നമുക്ക്, അതെന്നേക്കുമായി ഇല്ലാതായില്ലേ. ഇതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വരുത്തിയത് അത് സുപ്രീം കോടതി വരെ കേന്ദ്ര ഗവൺമെൻറ് പോയതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി അത് വരെ റദ്ദ് ചെയ്തു. എന്ന് വെച്ചാൽ 97ാം ഭരണഘടനാ ഭേദഗതി ഇല്ലാതാകുന്നു എന്നാണ് വന്നത്. പക്ഷെ അന്ന് സുപ്രീം കോടതിയിലെ 3 ജഡ്ജിമാരിൽ 2 ജഡ്ജിമാരും 3 ജഡ്ജിമാരാണ് ആ വിധി പ്രസ്താവിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത്. അതിൽ ഒരു ജഡ്ജി പറഞ്ഞത് ഈ 97ാം ഭരണഘടനാ ഭേദഗതി നമ്മുടെ ഭരണഘടനയിൽ നിന്ന് ചേർത്തത് അപ്പഴുതി കളയണം. ഈ ഭേദഗതി നമ്മുടെ സഹകരണ മേഖലയിൽ കേന്ദ്രത്തിന് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ഉള്ളതായതുകൊണ്ട് ഇത് അപ്പഴുതി എടുത്തു കളയണമെന്ന് ഒരു ജഡ്ജി പറഞ്ഞു. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടുമായിട്ടും ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ബാധകമായിരിക്കുമെന്ന് അതിനകത്ത് പറയുന്നുണ്ട്. നമ്മുടെ 97ാം ഭരണഘടനാ ഭേദഗതിയിൽ പറയുന്നുണ്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും ഈ ഭേദഗതി ബാധകമായിരിക്കും. അപ്പോൾ സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു മൾട്ടി സ്റ്റേറ്റിന് ബാധകമായിരിക്കും എന്ന് പറയുന്നത് എടുത്തു കളയാൻ പാടില്ല. കാരണം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കേന്ദ്രത്തിൻ്റെയാണ്. അവിടെ ആ കാര്യത്തിൽ ഇതെല്ലാം നിന്നോട്ടെ, സംസ്ഥാനങ്ങൾക്കുള്ള ഈ നിയമം ഏൽപ്പിക്കുന്നത് എടുത്തു കളഞ്ഞേരെ. അങ്ങനെ സത്യത്തിൽ ഈ നിയമം ഇപ്പോഴും ഉണ്ടത് കോൺസ്റ്റിറ്റ്യൂഷനിൽ, അത് മൾട്ടി സ്റ്റേറ്റിന് ബാധകമായതുകൊണ്ട്
ഇപ്പോഴും അത് പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ചോദ്യത്തിൽ നിന്നുള്ള മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് 2 ജഡ്ജിമാർ അത് സമ്മതിച്ചു കൊടുത്തു. ശരി, ആ കേന്ദ്ര ഗവൺമെൻറ് നിയമം അവരുടെ നിയമത്തിൽ കാര്യങ്ങളിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബാധകമാക്കിക്കോട്ടെ, സംസ്ഥാനങ്ങൾക്കിത് പാടില്ല. കാരണം സഹകരണം ഒരു സംസ്ഥാന വിഷയമായതുകൊണ്ട് അതിലേക്ക് ഇടപെടണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഭരണഘടനയിലെ നമുക്കറിയാം 10-22ഓളം ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. 10-12ഓളം ഷെഡ്യൂളുകളുണ്ട്. 300-ലധികം 400-അടുത്ത് ആർട്ടിക്കിൾസ് ഉണ്ട്. അപ്പം അതിൽ പാർട്ടായിട്ടാണ് നമ്മുടെ ഭരണഘടന എഴുതിയിരിക്കുന്നത്. അതിൽ 3-ാമത്തെ പാർട്ടെന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതൊക്കെയാണെന്നാണ് 3-ാമത്തെ പാർട്ടിൽ പറയുന്നത്. ആ 3-ാമത്തെ പാർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സുകളുണ്ട്. ആൻസറിലേക്ക് വരുന്നതിന് മുമ്പ് അന്ന് ബോധ്യപ്പെടുത്താം. അതായത് 3-ാമത്തെ പാർട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സാണ്. ഇതിൽ 12 മുതൽ 35 വരെ ആർട്ടിക്കിൾസ് ആണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിലുള്ളത്. ആർട്ടിക്കിൾ നമ്മുടെ സെക്ഷന് ആ പാർട്ടിൽ 12 മുതൽ 35 വരെയാണ്. 4-ാമത്തെ പാർട്ടിൽ 36 വരെ ഇങ്ങനെ പോകും. അതാണ്. അപ്പം 12-ാമത്തെ ഈ 3-ാമത്തെ പാർട്ടിൽ 12 മുതൽ 35 വരെ ആർട്ടിക്കിൾസ് ഉണ്ട്. അതിൽ 12ഉം 13ഉം ഒക്കെ ഡെഫിനിഷനും കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. എന്നാൽ 12ഉം 13ഉം ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. 14 മുതൽ നമ്മുടെ റൈറ്റുകളാണ് പറയുന്നത്, ഫണ്ടമെൻ്റൽ റൈറ്റുകൾ. അതിൽ 1-ാമത്തെ റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു ഇക്വാളിറ്റിയാണ്. അത് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ ആർട്ടിക്കിളിൽ പലതും വിവരിക്കുന്നുണ്ട്. നമ്മുടെ സമത്വത്തിനുള്ള അവകാശം ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്ന് ഓരോ ആർട്ടിക്കിളിലായിട്ട്. പക്ഷേ ഹെഡിങ് റൈറ്റ് ടു ഇക്വാളിറ്റി, അതിൽ 12 മുതൽ 18 വരെ ആർട്ടിക്കിളാണ് ഉള്ളത്. അടുത്ത ഫണ്ടമെൻ്റൽ റൈറ്റ് ടു ഫ്രീഡമാണ്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അതിൽ 19 മുതൽ 22 വരെയുള്ള ആർട്ടിക്കിൾസിലാണ് വിവിധങ്ങളായിട്ടുള്ള സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറയുന്നത്. 23 മുതൽ 24 വരെയുള്ള ആർട്ടിക്കിൾസിൽ റൈറ്റ് അഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ളത്. 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യമാണ്. 29 മുതൽ 31 വരെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശമാണ്. 32-35 വരെ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി, നമ്മൾ ഭരണഘടനാപരമായിട്ട് നമുക്ക് എന്തെങ്കിലും പരിഹാരം ലഭിക്കാനുള്ള അവകാശം. ഇത്രയും അതാണ് 12 മുതൽ 35 വരെയുള്ള ഈ 12 തുടങ്ങി 35 അവസാനിക്കുന്ന ഈ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റിയാണ് പറയുന്നത്. ഇതിൽ ആദ്യത്തെ റൈറ്റാണ് റൈറ്റ് ടു ഇക്വാളിറ്റി. 2-ാമത്തെയാണ് 19 മുതൽ 22 വരെ റൈറ്റ് ടു ഫ്രീഡമാണ്. അതിൽ 19 മുതൽ 22 വരെ വിവരിക്കുന്നുണ്ട് പല കാര്യങ്ങൾ. അതിൽ 19 തന്നെ 1 എന്ന് പറഞ്ഞ് 19-ാമത്തെ ആർട്ടിക്കിൾ തന്നെ 1 എന്നിട്ട് ഈ റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്ന ഈ ഹെഡിങ്ങിൽ തന്നെയുള്ള 19 മുതൽ 22 വരെയുള്ള ആർട്ടിക്കിൾസിന് ഓരോന്നിനും ചെറിയ ചെറിയ ഹെഡിങ്ങുകളുണ്ട്. ഈ റൈറ്റ് ടു ഇക്വാലിറ്റിക്കും 14 മുതൽ 18 വരെ ഓരോരോ ചെറിയ ഹെഡിങ്ങുകളുണ്ട്. നമ്മുടെ സെക്ഷൻ പോലെ തന്നെ ഹെഡിങ് ഉണ്ടാകും. അതിൻ്റെ അടിക്ക് കുറച്ച് കാര്യങ്ങൾ പറയുമല്ലോ. ഇവിടെ ഈ 19 മുതൽ 22 വരെയുള്ള റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്ന ഈ 3-ാമത്തെ പാർട്ടിൽ ഈ 19 മുതൽ 22 വരെയുള്ള ആർട്ടിക്കിളാണ് ഫ്രീഡം, റൈറ്റ് ടു ഫ്രീഡം. അതിൽ ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത്
19, 20, 21, 22 വരെ ഉണ്ടല്ലോ. 19 22 വരെ ഉണ്ടെന്ന് വീണ്ടും നമ്മൾ പറഞ്ഞേക്കുക. അത് റൈറ്റ് ടു ഇക്വാളിറ്റി, റൈറ്റ് ടു ഫ്രീഡം. 19 22 വരെ ഉണ്ട്. അതിനകത്തിൽ 19-ാമത്തെ ആർട്ടിക്കിളിൻ്റെ ഹെഡിങ്, അതായത് 3-ാമത്തെ പാർട്ടിൽ വിവിധങ്ങളായിട്ടുള്ള ആർട്ടിക്കിളുകളുണ്ട്. അതെല്ലാം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. പ്രധാനപ്പെട്ട ഹെഡിങ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്. അതിൽ തന്നെ സബായിട്ട് പല കാര്യങ്ങളും ആ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ അനുബന്ധമായ മറ്റനേകം പോയിന്റുകളുണ്ട്. അതിൽ നമ്മൾ റൈറ്റ് ടു ഫ്രീഡം എന്നുള്ളതിനകത്തിൽ ആർട്ടിക്കിൾ 19 തുടങ്ങുന്നത്, 22 വരെയാണെന്ന് പറഞ്ഞു. 19 തുടങ്ങുന്നത് 19 ഹെഡിങ് പ്രൊട്ടക്ഷൻ ഓഫ് സർട്ടൺ റൈറ്റ്സ് റിഗാർഡിങ് ഫ്രീഡം ഓഫ് സ്പീച്ച്. സംസാരിക്കാനുള്ള ചില അവകാശങ്ങൾ, പല ഫ്രീഡം ഓഫ് റൈറ്റ് എന്ന് മാത്രം, നമ്മുടെ റൈറ്റ് ടു ഫ്രീഡം എന്നേ പറഞ്ഞിട്ടുള്ളൂ ഇതിനകത്ത്. എന്തിനൊക്കെയുള്ള ഫ്രീഡം എന്നാണ് 19 22 വരെ പറയുന്നത്. അതിൽ പ്രൊട്ടക്ഷൻ ഓഫ് സർട്ടൺ റൈറ്റ് റിഗാർഡിങ് ഫ്രീഡം ഓഫ് സ്പീച്ച്, സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ പറ്റിയാണ് 19 പറയുന്നത്. മറ്റേത് ഓരോ സ്വാതന്ത്ര്യത്തെ പറ്റിയാണ് ഈ 19 22 വരെ. ഈ 19 തുടങ്ങുന്നത് ഹെഡിങ് ഇതാണ്. ആ ഹെഡിങ് കഴിഞ്ഞ് തുടങ്ങുന്നത് 1 ഇട്ടിട്ട് ആൾ സിറ്റിസൺസ് ഷാൽ ഹാവ് റൈറ്റ് എ ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ബി ടു അസംബിൾ പീസ്ഫുള്ളി ആൻഡ് വിത്തൗട്ട് ആംസ്, സി ടു ഫോം അസോസിയേഷൻ ഓർ യൂണിയൻസ് ഓർ കോപ്പറേറ്റീവ്സ്, ഡി ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിറ്ററി ഓഫ് ഇന്ത്യ, ഇ ടു റിസൈഡ് സെറ്റിൽ ആൻഡ് പാർട്ട് ഓഫ് ദ ടെറിറ്ററി ഓഫ് ഇന്ത്യ, എഫ് ഒമിറ്റ് ചെയ്ത് കളഞ്ഞു, ജി പ്രാക്ടീസ് എനി പ്രൊഫഷൻ ടു ക്യാരി ഓൺ എനി ഒക്യുപ്പേഷൻ ട്രേഡ് ഓർ ബിസിനസ്. ഇതാണ് നമ്മുടെ 3-ാമത്തെ പാർട്ടിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ 2-ാമത്തെ ഫണ്ടമെൻ്റൽ റൈറ്റായ റൈറ്റ് ടു ഫ്രീഡത്തിനകത്തിൽ 19 മുതൽ 22 വരെ ആർട്ടിക്കിളിൽ പല കാര്യങ്ങൾ വിവരിക്കുന്നതിൽ 19 പറയുന്നത് സ്പീച്ചിനുള്ള സ്വാതന്ത്ര്യമാണ്. അതിനടിയിൽ ഒരു സിറ്റിസണ് ഇന്ന അവകാശങ്ങളുണ്ട് എന്ന് പറയുന്നു. അതിലൊന്ന്, അയാൾക്ക് സംസാരിക്കാനും കാര്യങ്ങൾ പ്രകടിപ്പിക്കാനുമുള്ള ഫ്രീഡം, സമാധാനത്തോടു കൂടി കൂട്ടം ചേരാനും സമാധാനപരമായും അതുപോലെ തന്നെ ആയുധങ്ങളില്ലാതെയും കൂട്ടുകം ചേരാനുള്ള സ്വാതന്ത്ര്യം, അസോസിയേഷൻ ഓർ യൂണിയനുകളും അസോസിയേഷനും ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം, നമ്മുടെ രാജ്യാതിർത്തിക്കുള്ളിൽ എവിടെയും യാത്ര ചെയ്യാനുള്ള അധികാരം, രാജ്യാതിർത്തിക്കുള്ളിൽ എവിടെയും താമസിക്കാനുള്ള അവകാശം, ഏത് പ്രൊഫഷനും ബിസിനസ്സും രാജ്യാതിർത്തിക്കുള്ളിൽ നടത്താനുള്ള സ്വാതന്ത്ര്യം, ഇങ്ങനെ പറയുന്നുണ്ട്. ഇതിൽ നേരത്തെ ഈ സിഇക്കകത്തിൽ ഇവിടെ വരെ ഉണ്ടായിരുന്നു. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലാണ് ഓർ കോപ്പറേറ്റീവ്സ് എന്നിവിടെ വന്നത്. ഇതാണിപ്പോൾ ചോദിച്ചത്. അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാകും. പാർട്ട് 3 കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 3 എവിടെയാണ് കോപ്പറേറ്റീവ്സ് എന്ന സൊസൈറ്റീസ് എന്ന് പറയുന്നത് ആഡ് ചെയ്തിരിക്കുന്നത്? അത് പാർട്ട് 3 ആർട്ടിക്കിൾ 19 എന്ന് പറയുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. അതിൽ ഒന്നെന്ന് പറഞ്ഞിരിക്കുന്നത് താഴെ പറയുന്ന അവകാശങ്ങൾ ഉണ്ടായിരിക്കും. ഇത് ABCD എന്നും പറഞ്ഞുകൊണ്ടാണ് എഴുതി പോയിരിക്കുന്നത്. അതിൽ സിക്കകത്തിലാണ് ഇപ്പോൾ ഈ കോപ്പറേറ്റീവ്സൂടെ കയറ്റിയത്. അപ്പം ആൻസർ ഇതാകുന്നതിൻ്റെ പിന്നിൽ അതാണ് കഥ. അപ്പം ഇതാണ് അതിൻ്റെ ആൻസർ ഇങ്ങനെ എത്താനുള്ള കാരണമെന്ന് നമ്മൾ ഓർത്ത് വെക്കാൻ വേണ്ടി ഞാൻ അത്രയും ഡീറ്റെയിൽസ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇതെല്ലാം വേറെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറാണ്. അതും ചോദിക്കാവുന്നതാണ് ഈ അമെൻമെൻറ്റിനകത്ത്. ഇതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പാർട്ട് 3. അതിൽ ഇത്രയും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്. അത് ബേസിക്കായിട്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ 19 അതിൽ 1
സി ആണ്. അതിൽ ജി വരെ ഉണ്ട്. പിന്നെ 2 എന്ന് പറഞ്ഞ് വീണ്ടും കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഇതാണ് ഒരു അമെൻമെൻറ്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് നടത്തിയത്. ഇതാണ് റദ്ദ് ചെയ്തത്, ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നിന്ന് എടുത്തു കളഞ്ഞു. പക്ഷേ നമ്മുടെ മൾട്ടി സ്റ്റേറ്റിന് ഇപ്പോഴും ഫണ്ടമെൻ്റൽ റൈറ്റ്സിനകത്തിൽ കിടപ്പുണ്ടെന്നുള്ളതാണ് ഒരു കാര്യം എന്നുള്ളതാണ്. ഇനിയും മറ്റൊരു മാറ്റം വരുത്തിയത്, അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. പാർട്ട് 4, നമ്മൾ പാർട്ട് 3 പഠിച്ചത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ, നിർദ്ദേശക തത്വങ്ങൾ. അത് 36 മുതൽ 51 വരെയാണ് ആർട്ടിക്കിൾസ്. നമ്മുടെ മറ്റേ 35 അവസാനിക്കുന്നു. അടുത്ത ചാപ്റ്റർ പാർട്ട് 4 ആണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതിൽ 36 മുതൽ 51 വരെയാണ്. അതിൽ 36, 37, 38, 39, 40, 41, 42, 43 കഴിഞ്ഞിട്ട് 43A എന്നൊരു 43-ന് നമ്മുടെ സെക്ഷൻ 57, 57A, 57B എന്ന് പറഞ്ഞ പോലെ ഇത് 36 മുതൽ 51 വരെയാണെങ്കിൽ 43-നോടൊപ്പം 3 എന്ന് പറയുന്നത് ഇതിനകത്തിലെ ആർട്ടിക്കിൾ 43 ലിവിങ് വേജ് എക്സെട്ര ഫോർ വർക്കേഴ്സ്, ജീവിക്കാനുള്ള കൂലി ജോലിക്കാർക്ക് കിട്ടണം, ജീവനോപാധിക്കുള്ള കൂലിയിലും കിട്ടണം. അതൊരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. 36 മുതലുണ്ട്, നമ്മൾ അതെല്ലാം ഇവിടെ പറയുന്നില്ല. 43-ലേക്ക് വന്നേക്കുക. 43A എന്ന് പറഞ്ഞ് ജോലിക്കാർക്കൂടെ മാനേജ്മെൻറ്റിൽ പങ്കാളിത്തം കൊടുക്കണം. പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ മാനേജഡ് ആൻഡ് ഇൻഡസ്ട്രീസ്, അപ്പോൾ അവർക്കൂടെ പങ്കാളിത്തം കൊടുക്കണം. ഇതും പണ്ടുള്ളതാണ്. ഇപ്പോൾ കൂട്ടിച്ചേർത്തത് 43B. അപ്പോൾ എവിടെയാ? പാർട്ട് 4-ൽ 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിൾ ഉള്ളതിനകത്തിൽ 43-ാമത്തെ ആർട്ടിക്കിളിൻ്റെ അടിയിൽ 43A ഇടയ്ക്കൊന്ന് കയറ്റിയിരുന്നു. നമ്മുടെ 97-ാം ഭരണഘടനാ ഭേദഗതിയിൽ 43Bയുടെ കയറ്റി, പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതാണ് മറ്റൊരിടത്ത് വന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനകത്തിൽ 19-ൽ 1C-യിൽ കോപ്പറേറ്റീവ്സ് വന്നിട്ടുണ്ട്. പിന്നെ വന്നേക്കുന്നത് പാർട്ട് 4-ൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ 43B എന്ന് പറഞ്ഞ് പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നൊരു കേട്ടിട്ടുണ്ട്. അപ്പം നേരത്തെ നമ്മുടെ 7th ഷെഡ്യൂളിൽ ഈ സ്റ്റേറ്റ് സബ്ജക്റ്റിനകത്തിൽ ഒറ്റ വാക്ക് കോപ്പറേറ്റീവ്സ് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇത് കണ്ട് 2 ഇതാണ്. അപ്പം ഇതിൻ്റെ ആൻസർ പാർട്ട് 4 ആർട്ടിക്കിൾ 43B ഇവിടെയും വന്നിട്ടുണ്ട്. അതാണ് മറ്റൊന്ന്, ഓർത്തു വെക്കുക. പിന്നെ ചേർത്തേക്കുന്നത് നിങ്ങൾക്കറിയാം, ഒരുപാട് പാർട്ടുണ്ട്, 10-22 ഉണ്ട്. അതിനകത്തിൽ ഇടയ്ക്ക് പാർട്ടുകൾ ചേർത്തിട്ടുണ്ട്. പാർട്ട് 9 എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അത് പഞ്ചായത്താണ്. പാർട്ട് 9 പഞ്ചായത്തിനെ പറ്റിയ. പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന പോലെ പാർട്ട് 9 പഞ്ചായത്താണ്. അതിൽ 243 മുതൽ 243O വരെയുള്ള ആർട്ടിക്കിൾസാണ്. അപ്പോൾ അഡീഷണൽ ചേർത്തതൊക്കെ ആകുമ്പോൾ 43A, B, C, D, E, F, G, H, അത് O വരെ. അതെല്ലാം നമുക്ക് ആവശ്യം. പാർട്ട് 9A എന്ന് പറഞ്ഞ് പിന്നെ കൂട്ടിച്ചേർത്തു മുനിസിപ്പാലിറ്റി. പാർട്ട് 9 പഞ്ചായത്തായിരുന്നു, 9A മുനിസിപ്പാലിറ്റി എന്ന്. അതിൽ 243 ഇത് O വരെയാണ്. P മുതൽ 243 Z, G വരെ ആ ആർട്ടിക്കിൾസാണ്. ഇത് ഓൾറെഡി ഉള്ളതായിരുന്നു 3. ഇത് ഇടയ്ക്ക് കയറ്റിയതാണെങ്കിലും നമ്മുടെ
97 ഭരണഘടനാ ഭേദഗതിക്ക് മുമ്പേ ഇതുണ്ട്. 97 ഭരണഘടനാ ഭേദഗതി വന്നപ്പോൾ പാർട്ട് 9A, അത് കഴിഞ്ഞ് പാർട്ട് 9B എന്ന് പറഞ്ഞൊരു പാർട്ട് തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വന്നു. ഇതേവരെ ഒരു മൂലയ്ക്ക് കോപ്പറേറ്റീവ്സ് പറഞ്ഞ വാക്ക് മാത്രം കിടന്ന ഈ കോർപ്പറേഷനാണ് ഇപ്പോൾ ഒരു പുതിയൊരു ആർട്ടിക്കിൾ വന്നായിട്ട് നമ്മൾ കണ്ടു. പുതിയൊരു ആർട്ടിക്കിൾ വന്നത് 43B ആണ്. അതാണ് പുതിയതായിട്ട് അവർക്കൊരു ആർട്ടിക്കിൾ വന്നു. എന്നാൽ പുതിയൊരു ചാപ്റ്റർ തന്നെ കയറ്റി, പുതിയൊരു പാർട്ട് തന്നെ, അതാണ് 10B കോപ്പറേറ്റീവ് സൊസൈറ്റി. അതിൽ 243 മുതൽ ZH മുതൽ ഇവിടെ ZG വരെ വന്നു. ZH മുതൽ ZR വരെ ഈ 97 ഭരണഘടനാ ഭേദഗതിയിൽ ഒരു പുതിയ പാർട്ട് 9A ശേഷം 9B എന്ന് പറഞ്ഞ് കൂട്ടിച്ചേർക്കുകയും അതിൽ ZH മുതൽ ZR വരെ, ZG വരെ മറ്റിനകത്ത് വന്നതുകൊണ്ട് H മുതൽ R വരെയുള്ള സെക്ഷൻസും ചേർത്തിട്ടുണ്ട്. ആ ചേർത്ത സെക്ഷനുകളാണ് 243 കോർപ്പറേഷൻ്റെ ആയതുകൊണ്ട് മാത്രം നമ്മളൊന്ന് സൂചിപ്പിക്കുകയാണ്. 243 ZH ഡെഫിനേഷനാണ്. ലെജിസ്ലേച്ചർ ഓഫ് സ്റ്റേറ്റ് മേ മേക്ക് പ്രൊവിഷൻ വിത്ത് ഇൻകോർപ്പറേഷൻ റെഗുലേഷൻ. സ്റ്റേറ്റുകൾക്ക് ഇതാണ് സ്റ്റേറ്റുകളുടെ മേലുള്ളത് എടുത്തു കളയുകയായിരുന്നു. ZJ എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ എണ്ണമാണ് പറഞ്ഞിരുന്നത്. എല്ലാ സംസ്ഥാനങ്ങളുടെയും കമ്മിറ്റികളിൽ 21 കമ്മിറ്റിക്കാരായിരിക്കണം, SC/ST 1 ആയിരിക്കണം, വിമൻ 2 ആയിരിക്കണമെന്ന് ഭരണഘടനയെ കയറ്റി. അത് സംസ്ഥാന നിയമത്തിൽ കയറ്റണമെന്നാണ് അതിനർത്ഥം. നിയമത്തിൽ കോൺസ്റ്റിറ്റ്യൂഷനെ മറികടന്നുകൊണ്ട് സംസ്ഥാന നിയമം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ നിയമത്തിൽ പ്രശ്നമില്ല, ഓൾറെഡി തന്നെ നമുക്ക് 3 പേര് ഉണ്ടായിരുന്നു. ഇത് മറ്റ് പല സംസ്ഥാനങ്ങളിലും ഈ സംഘങ്ങളിൽ ഒന്നും തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നിട്ട് സംസ്ഥാനങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിച്ചത്. നമ്മളെ അത് ബാധിക്കത്തില്ലെന്ന് പറയാൻ കാരണം നമ്മൾ ഓൾറെഡി ഇവർ പറഞ്ഞിരുന്ന എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നിരുന്ന കാര്യങ്ങളെല്ലാം നമ്മളെ അത് വരുന്നതിന് മുമ്പ് തന്നെ, പിന്നെ വന്നതിന് ശേഷവും ചിലതൊക്കെ മാറ്റി ഓൾറെഡി നമ്മൾ പെർഫെക്റ്റ് ആക്കി. പിന്നീടാണത് തള്ളിക്കളഞ്ഞെങ്കിലും നമ്മുടെ നിയമത്തിൽ അത് ഉണ്ട് താനും. ZK എന്ന് പറയുന്നത് കാലാവധിക്ക് മുമ്പേ ഇലക്ഷൻ നടത്തണം. നമുക്കറിയാം, നമ്മുടെ സഹകരണ നിയമത്തിൽ 35A പറയുന്നുണ്ട് കാലാവധിക്ക് 60 ദിവസം തന്നെ തീരുമാനമെടുക്കണം. വടക്കൻ സംസ്ഥാനങ്ങളിലൊന്നും ഒരു ഭരണസമിതി അധികാരത്തിൽ വന്നാൽ ആ സംസ്ഥാനത്തെ ആ പ്രദേശത്തെ ഒരു പ്രമാണിയായിരിക്കും. അയാൾ മരിക്കണം സംഘത്തിൻ്റെ കമ്മിറ്റിയിൽ നിന്ന്, പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പോകാം. കമ്മിറ്റിക്കാരും അതുപോലെ മരിച്ചു പോകണം. അങ്ങനെയുള്ള ഒരു രീതിയൊക്കെയാണ് അവിടെ. ഒരു മിനിറ്റ്. അവിടെ സംസ്ഥാനങ്ങൾ നിയമം ഭേദഗതി ചെയ്ത് സ്വമേധയാ ഇതിനെ കടിഞ്ഞാണിടാൻ ശ്രമിക്കാതിരുന്നപ്പോഴാണ് ഭരണഘടനയിൽ കയറ്റിക്കഴിയുമ്പോൾ അവർ ചെയ്തേ പറ്റുമല്ലോ, ഭരണഘടനാ വിരുദ്ധമാകും മറ്റ്. അങ്ങനെ നിർബന്ധിച്ചാണ് കമ്മിറ്റിയുടെ കാലാവധിക്ക് മുമ്പേ ഇലക്ഷൻ നടത്തണം എന്ന് പറയുന്നൊരു സെക്ഷൻ ആർട്ടിക്കിളാണ് ZK. അന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുത്തിയതാണ്. മറ്റൊന്ന്, 6 മാസത്തിൽ കൂടുതൽ ഒരു കമ്മിറ്റിയെ പിരിച്ചുവിടരുത്. ഒരു കമ്മിറ്റിയെ പിരിച്ചുവിട്ടാൽ 6 മാസത്തിനകം പുതിയ തെരഞ്ഞെടുപ്പ് നടത്തി, അല്ലെങ്കിൽ 6 മാസ കാലത്ത് കൂടുതലായിട്ട് ഒരു കമ്മിറ്റിയെ സൂപ്പർസീഡ് ചെയ്യാൻ പാടില്ല എന്ന് ഒരു സെക്ഷൻ കൂട്ടിച്ചേർത്തു. സാമ്പത്തിക വർഷം അവസാനിച്ച 6 മാസത്തിനകം ആഡിറ്റ് പൂർത്തീകരിക്കണം, അതും ഭരണഘടനയെ കയറ്റി. ആനുവൽ ജനറൽ ബോഡി സാമ്പത്തിക വർഷം അവസാനിച്ച് 6 മാസത്തിനകം കൂടണം. അതൊക്കെ നമ്മുടെ നിയമത്തിൽ കിടപ്പുണ്ടല്ല. അംഗങ്ങളുടെ അവകാശത്തെ പറ്റി ഒരു സെക്ഷൻ കൂട്ടിച്ചേർത്തു.
ഇന്ന അവകാശങ്ങൾ ഉണ്ടായിരിക്കണമെന്ന്. അവകാശം ഉണ്ടായിരിക്കും, ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് കിട്ടാനുള്ള അവകാശം. 6 മാസത്തിനകം സാമ്പത്തിക വർഷം കഴിഞ്ഞ് റിട്ടേൺ സമർപ്പിക്കണം രജിസ്ട്രാർക്ക്, അത് കൂട്ടിച്ചേർത്തു. പിന്നെ ഒഫൻസസ് ആൻഡ് പെനാൽറ്റി, കുറ്റങ്ങളും അതിനുള്ള ശിക്ഷയെപ്പറ്റി നമ്മുടെ നിയമത്തിൽ ഓൾറെഡി 94 എന്ന് പറഞ്ഞ സെക്ഷനിൽ കിടപ്പുണ്ട്. പക്ഷെ അത് എല്ലാ സംസ്ഥാനങ്ങളുടെയും നിയമത്തിൽ കെട്ടണമെന്ന് പറഞ്ഞു. അടുത്തത് ഈ ക്യൂ അടുത്ത 6 6 പറയുന്നതാണ് ഈ പ്രൊവിഷൻസ് എല്ലാം MSCSനും ബാധകമായിരിക്കും എന്നുള്ളതാണ്. അതിനകത്ത് അടിച്ചിട്ടില്ല. ZQ 6 അവസാനിക്കുന്നത്. ആർ ദീസ് പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ ടു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പം അത് ബാധകമാണ് എന്ന ഒരു സെക്ഷനുണ്ട്. അതുകൊണ്ടാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഇത് മൊത്തം ബാധകമായെന്നുള്ളത് കളയല്ലേ, അവർക്കിത് ബാധകമാക്കിക്കോ. അതുകൊണ്ടാണ് 3-അംഗ ബെഞ്ചിൻ്റെ 2 ജഡ്ജിമാർ മൾട്ടി സ്റ്റേറ്റിന് ബാധകമാക്കിക്കൊണ്ടുള്ളത് നിലനിർത്തിക്കോ, സംസ്ഥാനങ്ങൾക്ക് ഈ നിയമം അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്ന് വിധിച്ച് ഈ ഭേദഗതി റദ്ദ് ചെയ്തെങ്കിലും അതിൽ മൾട്ടി സ്റ്റേറ്റിനെ നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അതാണ് പുതിയൊരു ചാപ്റ്റർ തന്നെ. ഫണ്ടമെൻ്റൽ റൈറ്റ്സിനകത്ത് പുതിയൊരു വാക്കേ കയറ്റിയുള്ളൂ. കോപ്പറേറ്റീവ്സ് ഓൾറെഡി ഉള്ള 19ാമത്തെ ആർട്ടിക്കിളിൽ 1 സിയിൽ ഒരു വാക്കൂടെ കയറ്റിയതാണ്. എന്നാൽ നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിനകത്തിൽ ഒരു ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തു. പിന്നെ 9 കഴിഞ്ഞ് 9A ശേഷം ഒരു ചാപ്റ്റർ തന്നെ കൂട്ടിച്ചേർത്തു. അപ്പം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഒരു വാക്ക് അടുത്ത് കയറ്റി, പിന്നെ ഒരു ചാപ്റ്ററിനകത്തിൽ ഒരു ആർട്ടിക്കിൾ കയറ്റി, പിന്നെ ഒരു ചാപ്റ്റർ തന്നെ ഉണ്ടാക്കി, കുറച്ചേറെ ആർട്ടിക്കിളും കയറ്റിയിട്ടുണ്ട്. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇതേത് ചോദിച്ചാലും ഈ ഭാഗത്ത് നിന്ന് ഇനിയുള്ള ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ എഴുതാൻ പ്രാപ്തരാകണം. ഇവിടെ നമ്മുടെ ആൻസർ ആർട്ടിക്കിൾ 19(1)(c) ആണ്. അപ്പം അത് തള്ളിക്കളയേണ്ടതല്ല എന്നുള്ളത് ഓർക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാം എന്നുള്ള ഒരു ബോധ്യം. അത് ഇപ്രാവശ്യം ഇതാ ചോദിച്ചെങ്കിൽ നമുക്ക് അടുത്ത ആർട്ടിക്കിൾ പുതുതായിട്ട് വന്ന ഈ 43(b) പറ്റി ചോദിക്കാം. അല്ലെങ്കിൽ അതിലെ ഓരോ ചാപ്റ്റർ 9(b)യിലെ ആർട്ടിക്കിള് ഓരോന്നിൻ്റെയും ഹെഡിങ് എന്താണെന്ന് ചോദിക്കാം. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അടുത്തത് കൂടുതലായിട്ട് വിവരിക്കേണ്ടതല്ല എന്നുള്ളതാണ്, നിങ്ങൾക്കറിയാം. അത് ത്രൂ ദ മൊണ്ടേഗു-ചെംസ്ഫോർഡ് റിഫോംസ് ഓഫ് ഡാഷ് കോഓപ്പറേഷൻ ബിക്കം എ പ്രൊവിഷണൽ സബ്ജക്റ്റ്. അത് കോഓപ്പറേഷൻ പ്രൊവിഷണൽ, അതായത് പ്രോവിൻസിൻ്റെ വിഷയമായത് അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ സബ്ജക്റ്റ് ആക്കിയത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1919 മൊണ്ടേഗു-ചെംസ്ഫോർഡിൻ്റെ റിഫോംസിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം 1857 മുതൽ ഇന്ത്യയുടെ ഭരണം, അതുവരെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇന്ത്യയെ ഭരിച്ചതെങ്കിൽ 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അഥവാ ശിപ്പായി മൂട്ടണിക്ക് ശേഷം ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഗവൺമെൻറ് നേരിട്ട് നടത്താൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയിലെ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി 1909 മിൻറ്റോ മോർലിയെയും
1919 മൊണ്ടേഗു ചെംസ്ഫോർഡിനെയൊക്കെ അയച്ചതിൻ്റെ ഭാഗമായി അവർ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി പഠിച്ച് റിപ്പോർട്ട് കൊടുത്ത കൂട്ടത്തിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ പറ്റിയും ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചു. അതിലൊന്നാണ് ഇനി മുതൽ ഇന്ത്യക്ക് മൊത്തത്തിലുള്ള 1912 നിയമം വേണ്ട. ഓരോ പ്രവിശ്യയ്ക്കും അവരവരുടേതായിട്ടുള്ള സാഹചര്യത്തിനനുസരിച്ച് അവരുടെ പ്രദേശത്തിൻ്റെ ഓരോ പ്രവിശ്യയുടെയും ഭൂപ്രദേശത്തിൻ്റെ പ്രത്യേകതകളും ആളുകളുടെ പ്രത്യേകതയും തൊഴിലിൻ്റെ പ്രത്യേകതയും അനുസരിച്ച് അതാത് പ്രദേശത്ത് ഓരോ നിയമം ഉണ്ടാക്കിക്കോട്ടെ, അതിനുള്ള അവകാശം കൊടുക്കണം എന്ന് പറഞ്ഞത് ഈ മൊണ്ടേഗു ചെംസ്ഫോർഡ് കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കറിയാം, ആദ്യമായിട്ട് 1925 ബോംബെ പ്രോവിൻസ് നിയമം ഉണ്ടാക്കി. പിന്നീട് പ്രോവിൻസുകൾ മാറി സ്റ്റേറ്റ് ആയപ്പോൾ സ്റ്റേറ്റുകൾക്ക് നിയമം ഉണ്ടാക്കാനും അവകാശം ഈ ക്ലോസിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ കോ ഓപ്പറേഷൻ ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് അഥവാ പ്രൊവിൻഷ്യൽ സബ്ജക്റ്റ് ആക്കുകയും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പോലും നമ്മുടെ 7th ഷെഡ്യൂളിൽ നമ്മുടെ ആർട്ടിക്കിളെല്ലാം കഴിഞ്ഞിട്ട് ഷെഡ്യൂളുകളുണ്ട്. നമ്മുടെ നിയമത്തിലും 110 സെക്ഷൻ കഴിഞ്ഞിട്ട് 3 ഷെഡ്യൂളില്ലേ എന്ന് പറഞ്ഞ പോലെ 7th ഷെഡ്യൂളിൽ കോ ഓപ്പറേഷനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 3 ലിസ്റ്റാണ് 7th ഷെഡ്യൂളിലുള്ളത്. ഒന്ന് യൂണിയൻ ലിസ്റ്റ്, കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ളത്. 2 സ്റ്റേറ്റ് ലിസ്റ്റ്, സംസ്ഥാന ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ളത്. മറ്റൊന്ന് കൺകറൻറ്റ് ലിസ്റ്റ്, 2 പേർക്കും അധികാരമുള്ളത്. അതിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് 19 ആ റിഫോംസിൻ്റെ പിന്നെ ഉള്ള മാറ്റത്തെ അത് തന്നെ പിന്തുടർന്നതിൻ്റെ ഭാഗമാണ്. ആൻസർ 1919 ആണ്. കഴിഞ്ഞ ക്വസ്റ്റ്യനില്ലേ ആ അതില് ആർട്ടിക്കിൾ 243 ഇസഡ് എസ് ഉണ്ടല്ലോ ഓപ്ഷനില്, അതെന്താണ്? ഹലോ, ക്വസ്റ്റ്യനില് ഏത് ക്വസ്റ്റ്യനിലെ? ഇതില് തന്നെ ക്വസ്റ്റ്യനകത്തിലോ? ക്വസ്റ്റ്യൻ ഇതല്ലയോ? അതില് ഇസഡ് എസ് എന്ന് പറഞ്ഞില്ല, സി ഓപ്ഷൻ. നമ്മുടെ 6 വരെയല്ല നമുക്കുള്ളോ? അതില്ലാത്തോണ്ടാണ്. അതില്ല. അങ്ങനെ ഒരു നമ്പർ ഇടണ്ടേ, അതിന് വേണ്ടി ഇട്ടതാ. ശരി. അല്ല, ഇവിടെ നമ്മുടെ 6 നമ്മള് എവിടം വരെയാ വന്നിട്ടുള്ളത്? ഇതിനകത്ത് ഇസഡ് 6 വരെ ഉള്ളൂ. നമ്മൾ ചേർക്കാതെ പോയത് 6 ഉള്ളൂ. ഇതിനകത്ത് ചേർക്കാതെ പോയത് 243 ഇസഡ് 6 ഉണ്ട്. അത് ദിസ് പ്രൊവിഷൻ ആപ്ലിക്കബിൾ ടു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നൂടെ ആണ്. അത് നമ്മളിനകത്ത് ചേർത്തുള്ളൂ. പിന്നെ എസ് ഇല്ല, അതാണ് 6 വരെ ഉള്ളൂ. ഓപ്ഷനകത്തിലിട്ടത് തെറ്റായിട്ടിട്ടേക്കും. അതിനകത്ത് കാര്യമില്ല. അവരൊരു ആൻസർ ഒരെണ്ണം എണ്ണമല്ല അതിന് വേണ്ടി ഇട്ടെന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ഭാഗത്ത് വരുന്ന അല്ലത്. അപ്പം ഇതാണ് അതിൻ്റെ ആൻസർ. അടുത്തത് നമുക്ക് നോക്കാം. അതിൽ ആ ക്വസ്റ്റ്യനെ ഇതിനകത്ത് അടിച്ച് കയറ്റിയിട്ടില്ല. ഞാൻ അതിൻ്റെ ആ എക്സ്പ്ലനേഷനുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് അടിച്ചിരിക്കുന്നത്. നമ്മൾ ആ ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. ക്വസ്റ്റ്യനകത്തിൽ അടിച്ച് കയറ്റാനാണ്. അതായത് മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അനൗൺസ്ഡ് ദ ഫസ്റ്റ് നാഷണൽ
പോളിസി ഇൻ കോർപ്പറേഷൻ ഇൻ 2002 ആണ് ആൻസർ. അത് കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതാണ് ഈ കിടക്കുന്നത്. ആ ക്വസ്റ്റ്യൻ ഇവിടെ അടിച്ച് കയറ്റിയിട്ടില്ല, ഞാൻ ആ ക്വസ്റ്റ്യൻ വായിക്കാം. Section 3 of BR Act 1949 provides that the provisions of BR Act shall not be applicable to PACS if they, അതാണ് സെക്ഷൻ 3 ഓഫ് BR Act, ബാങ്ക് റെഗുലേഷൻ ആക്ടിൻ്റെ സെക്ഷൻ 3-ൽ 1949 പ്രൊവൈഡ്സ് നൽകുന്നു, the provisions of BR Act shall not applicable to, BR ആക്ടിലെ പ്രൊവിഷൻസ് ഒന്നും ബാധകമല്ല PACS-ന്. PACS-ന് BR ആക്ടിലെ പ്രൊവിഷൻസുകളൊന്നും തന്നെ ബാധകമല്ല. എങ്ങനെയെങ്കിൽ PACS താഴെ പറയുന്നത് പോലെ പ്രവർത്തിക്കാമെങ്കിൽ, താഴെ പറയുന്നത് പോലെയാണ് PACS പ്രവർത്തിക്കുന്നതെങ്കിൽ അവർക്ക് BR ആക്ട് ബാധകമാകത്തില്ല. മറിച്ചായാൽ അവർക്ക് BR ആക്ട് ബാധകമാകും. എന്നുവെച്ചാൽ PACS-ന് BR ആക്ട് ബാധകമല്ല. എന്തുകൊണ്ട്? അത് നിയമത്തിൽ പറയുന്നുണ്ട്, അവർ ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യരുത്. ഈ കാര്യം ചെയ്യാതിരുന്നാൽ അവർക്ക് BR ആക്ട് ബാധകമാകത്തില്ല. അവരിത് ചെയ്തോ ബാധകമാകും. അപ്പോൾ ഏതൊക്കെ ചെയ്യരുത്? അത് ചെയ്തു പോയാൽ നമ്മൾ പറയത്തില്ലേ, നീ ഇന്ന കാര്യം ചെയ്യാതിരുന്നാൽ നിനക്ക് ഞാൻ ഇന്ന ദാനം വാങ്ങിച്ചു തരാം. പക്ഷെ നീ അത് ചെയ്തോ, നിനക്ക് തരത്തില്ല. എന്നുവെച്ചാൽ BR ആക്ട് ബാധകമല്ല PACS-ന്. നമുക്ക് പൊതുവായൊരു ബാധകമാണ്. എന്നാൽ ആ PACS താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യരുത്. അങ്ങനെ ചെയ്തോ ബാധകമാകും. അതാണ് BR ആക്ടിൻ്റെ 3-ൽ പറയുന്നത്. എന്താ BR ആക്ടിൻ്റെ 3-ൽ പറയുന്നത് നമുക്ക് നോക്കാം. സെക്ഷൻ 3 ഓഫ് BR ആക്ടിൻ്റെ ഹെഡിങ് എന്താ? ആക്ട് നോട്ട് ടു അപ്ലൈ ടു സർട്ടൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതിൻ്റെ ഹെഡിങ് നമ്മുടെ നിയമത്തിലെ സെക്ഷൻ 6-നകത്തുള്ള ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ, 7 രജിസ്ട്രേഷൻ, 8 രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുള്ള ഹെഡിങ്ങിൽ BR ആക്ടിൻ്റെ 3-ാമത്തെ സെക്ഷൻ്റെ ഹെഡിങ് ആക്ട് നോട്ട് ടു അപ്ലൈ ടു സർട്ടൻ കോപ്പറേറ്റീവ്സ്. ചില സൊസൈറ്റികൾക്ക് ഈ ആക്ട് ബാധകമല്ല എന്ന ഹെഡിങ്. എന്നിട്ടാണ് പറയുന്നത്, 1, നോട്ട് വിസ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആക്ട് 1981, 61 ഓഫ് 1981, ദിസ് ആക്ട് ഷാൽ നോട്ട് അപ്ലൈ ടു. 1981 നബാർഡ് ആക്ട് എന്ത് തന്നെ പറഞ്ഞിരുന്നാലും അതിൽ വേറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും ഞങ്ങൾക്കറിയണ്ട. അതിലെന്ത് പറഞ്ഞാലും താഴെ പറയുന്ന പ്രൈമറി അഗ്രികൾച്ചറൽ സൊസൈറ്റി അവർക്കും കോപ്പറേറ്റീവ് സൊസൈറ്റി ഹൂസ് പ്രൈമറി ഓബ്ജക്റ്റ് ആൻഡ് പ്രിൻസിപ്പൽ ബിസിനസ് പ്രൊവൈഡിംഗ് ലോങ് ടേം ഫൈനാൻസ് ഫോർ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ്, ദീർഘകാല കാർഷിക വായ്പ കൊടുക്കുക പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ടുള്ള കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും PACS-ഉം കാർഡ് ബാങ്ക് എന്നർത്ഥം. ദീർഘകാല കാർഷിക വായ്പ കൊടുക്കുന്നതിൻ്റെ പേരെന്തും പറഞ്ഞു, അതിൻ്റെ എന്ത് പേരായാലും ദീർഘകാല കാർഷിക വായ്പ കൊടുക്കുക പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ടുള്ള സംഘങ്ങൾക്കും PACS-നും ഈ ആക്ട് ബാധകമല്ല. നബാർഡ് ആക്ടിൽ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ
താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ, അല്ലാതെ ചിലപ്പം ഇവിടം കൊണ്ട് മാത്രം നിങ്ങൾ അവസാനിപ്പിച്ചാൽ, ആക്ടിലെ 3-ാമത്തെ സെക്ഷൻ വായിച്ചിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് അവസാനിപ്പിച്ചെന്നിരിക്കട്ടെ, അപ്പോൾ നോട്ട് അപ്ലൈ ടു അഗ്രികൾച്ചറൽ സൊസൈറ്റി. പക്ഷേ താഴെ പറയുന്ന കണ്ടീഷൻസ് നിങ്ങൾ സമ്മതിച്ച് അതനുസരിച്ച് നീങ്ങിയാൽ നിങ്ങൾക്ക് ഈ ആക്ട് ബാധകമാക്കത്തില്ല. എന്താന്ന് നോക്കാം. ഈഫ്, ഇങ്ങനെയെങ്കിൽ എന്ത്, such society does not use as part of its name or connection with its business the word bank or banking or banker, and does not act as drawee of check. ഇവിടെ ബാങ്കർ എന്നൂടെ ഉണ്ട്, അടിച്ച് തെറ്റിപ്പോയി. ബാങ്ക് എന്നോ ബാങ്കർ എന്നോ ബാങ്കിങ് എന്നോ പേര് ഉപയോഗിക്കാതിരിക്കുകയും ചെക്ക് ഡ്രോയായി, ചെക്ക് വാങ്ങിച്ചിട്ട് ചെക്കിന് പണം കൊടുക്കുമ്പോഴാണ് ബാങ്ക് ഡ്രോയി ആകുന്നത്. അപ്പോൾ ബാങ്ക് ഡ്രോയി, ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾ ഡ്രോയി ആകുകയും ചെയ്യണമെന്ന് വെച്ചാൽ ചെക്ക് വാങ്ങിക്കാനോ അത് കളക്ഷൻ കൊടുക്കാനോ ചെക്കിൻ്റെ പൈസ ചെക്ക് വാങ്ങി ക്യാഷ് കൊടുക്കാനോ പാടില്ല. എന്നുവെച്ചാൽ ചെക്ക് കൈകാര്യം ചെയ്യാൻ പാടില്ല. ബാങ്കിങ്ങിൻ്റെ ബിസിനസ് നടത്താൻ പാടില്ല. പിന്നെ ബാങ്ക്, ബാങ്കർ, ബാങ്കിങ് എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഈ 3 കണ്ടീഷൻസ് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താൽ നിങ്ങൾ PACS ആണെങ്കിലും കാർഡ് ബാങ്ക് ആണെങ്കിലും ഈ ആക്ട് ബാധകമാകത്തില്ല. പക്ഷേ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരുന്നാൽ, നിങ്ങൾ ബാങ്ക്, ബാങ്കർ, ബാങ്ക് എന്ന പേര് ഉപയോഗിക്കുകയും ബാങ്കിങ് ബിസിനസ് നടത്തുകയും ബാങ്ക് ചെക്ക് വാങ്ങിച്ചിട്ട് ക്യാഷ് കൊടുക്കുകയും, അതാണ് ഡ്രോയി, ആയി പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതൊന്നും ചെയ്യാതിരുന്നാൽ അവർക്ക് BR ആക്ട് ബാധകമാകത്തില്ല. ചെയ്തു പോയാൽ BR ആക്ട് ബാധകമാകും. ഇവിടെ BR ആക്ട് PACSന് ബാധകമല്ല, ദീർഘകാല കാർഷിക വായ്പ കൊടുക്കുന്ന ബാങ്കിന് ബാധകമല്ല. അവരുടെ ബാങ്കിൻ്റെ പേരിനോടൊപ്പം ബാങ്ക്, ബാങ്കർ, ബാങ്കിങ് എന്ന പേര് ഉപയോഗിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഉപയോഗിക്കാതിരുന്നാലും, കൂടാതെ ബാങ്കിങ് ബിസിനസ് നടക്കാതിരിക്കാമെങ്കിലും ചെക്ക് കളക്ഷൻ ചെയ്യാതിരിക്കാമെങ്കിലും ആ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് BR ആക്ടിൻ്റെ പരിധി വരത്തില്ല. മറിച്ച് ചെക്ക് കളക്ഷൻ കൊടുക്കുകയോ ബാങ്ക് എന്ന പേര് ഉപയോഗിക്കുകയോ ബാങ്കിങ് ബിസിനസ് നടത്തുകയോ ഒക്കെ ചെയ്യുന്ന PACS ദീർഘകാല ബാങ്കോ കൊടുക്കുന്ന ആണെങ്കിൽ, ആ പേരൊക്കെ ഉപയോഗിച്ചതൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ BR ആക്ടിൻ്റെ പരിധി വരും. അതാണ് ചോദ്യം. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇല്ലെങ്കിൽ, അപ്പം അതിൻ്റെ ചോദ്യം, സെക്ഷൻ 3 of BR Act 1949 provides that the provisions of BR Act shall not applicable to PACS if they BR ആക്ടിൻ്റെ പ്രൊവിഷൻസ് PACSൽ ചേർക്കരുത്. അതാ ക്വസ്റ്റ്യൻ. ഇതാണ് ആ ക്വസ്റ്റ്യൻ തിരിഞ്ഞു പോയതാണ്. സെക്ഷൻ 3 of the BR Act 1949 provides that the provisions of BR Act shall not applicable to PACS. PACSൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ ചോദ്യത്തിൽ. നമ്മൾ സെക്ഷൻ 12 മനസ്സിലായി. PACSൻ്റെ മാത്രമല്ല, PACSും ദീർഘകാല വായ്പ കൊടുക്കുന്ന ബാങ്കുകളുടെ കാര്യത്തിലും താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ മാത്രം BR ആക്ടിൻ്റെ പരിധി വരത്തില്ല. അത് ചെയ്തു പോയാൽ BR ആക്ടിൻ്റെ പരിധി വരും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യനകത്ത് വന്നിരിക്കുന്നത്, ഡു നോട്ട് യൂസ് ദ വേർഡ് ബാങ്ക് ആസ് എ പാർട്ട് ഓഫ് ദെയർ നെയിം. ബാങ്കർ എന്ന പേര് ഉപയോഗിക്കാതിരിക്കുക. ബാങ്കിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഹിസ് ബിസിനസ്. അവർ ബാങ്കിങ് ബിസിനസ് നടത്താതിരിക്കുക.
ഡു നോട്ട് ആക്ട് ആസ് എ ഡ്രോയി ഓഫ് ദ ചെക്ക്, ചെക്കിൻ്റെ ഡ്രോയിയായി പ്രവർത്തിക്കാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ സമ്മതിച്ചാൽ നിങ്ങളെ ബാങ്കിൻ്റെ പരിധി വരുത്തത്തില്ല. ഇത് പരിഗണിക്കാതിരുന്നാൽ ബാങ്കിൻ്റെ പരിധിയിൽ വരുത്തും. ഇത് 3 പരിധിയിൽ വരാതിരിക്കാനുള്ള 3 കാര്യം. ഇത് ചെയ്യാതിരുന്നാൽ, അതുകൊണ്ട് ആൾ ഓഫ് ദി അബവ് ആണ് ആൻസർ. അടുത്തത് അതിന് മുമ്പ് പറയണം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിംവർക്ക് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്നാണ്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന് സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിംവർക്കിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തണം. സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിംവർക്ക് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഒരു സ്ഥാപനം മോശപ്പെട്ട രീതിയിലാണ് പോകുന്നതെങ്കിൽ അവരെ നന്നാക്കിയെടുക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കണം. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഒരു ബിസിനസ്സോ നമ്മുടെ ഒരു സ്ഥാപനമോ അല്പം മോശമായിട്ട് പോവുകയാണെങ്കിൽ ആ മോശമായിട്ട് പോകുന്ന സ്ഥാപനത്തെ രക്ഷപ്പെടുത്താൻ ചില നടപടികൾ സ്വീകരിക്കും. ആ നടപടികളെ നമ്മൾ 1, 2, 3 എന്ന് പറയാം. അത് എപ്പോഴാണ് ഈ നടപടി സ്വീകരിക്കുന്നത്? നമ്മുടെ ഒരു വ്യവസായ സ്ഥാപനമാണ് നമുക്കുള്ളത്. ആ വ്യവസായ സ്ഥാപനം ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നിരിക്കട്ടെ, കൂടുതൽ ആൾക്കാർക്ക് തൊഴിലും കൊടുക്കുന്നതെന്നിരിക്കട്ടെ, അപ്പോൾ അവരെ നന്നാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും തയ്യാറാക്കണ്ട. എപ്പോഴാണ് പ്ലാൻ തയ്യാറാക്കേണ്ടി വരുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സ്ഥാപനം നഷ്ടത്തിലേക്ക് പോവുക, തൊഴിലവസരങ്ങൾ കുറയുക, ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ വിൽക്കാനൊക്കാതെ വരിക, അങ്ങനെയൊക്കെ ഒരു സ്ഥാപനം വരുമ്പോഴാണ് നമ്മൾ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കുന്നത്. അവർ മെച്ചപ്പെട്ട രീതിയിലാണ് പോകുന്നതെങ്കിൽ ഒരു ഫ്രെയിംവർക്കും ഉണ്ടാകണ്ട, അത് ഡീസൻ്റ് ആയിട്ട് പോയിക്കോളും. ഇതുപോലെ നമ്മുടെ നാട്ടിൽ ഒരുപാട് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുണ്ട്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ പലതും വളരെ മോശപ്പെട്ട അവസ്ഥയിലാകുന്നു. എന്നാൽ കുറച്ചേറെ എണ്ണം നല്ലതായിട്ട് പ്രവർത്തിക്കുന്നു. നല്ലതായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് നന്നാക്കാൻ വേണ്ടി പ്രത്യേക പണിയൊന്നും ചെയ്യണ്ട. മോശപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളെ നന്നാക്കണം. അതിനൊരു സൂപ്പർവൈസറി ഫ്രെയിംവർക്ക് എന്ന് പറയും. അതിനൊരു നന്നാക്കാൻ ശ്രമിക്കണം. ഏത് സ്ഥാപനത്തെയാ? മോശപ്പെട്ടതാണെങ്കിൽ മാത്രം മതി നന്നാക്കേണ്ടത്. അപ്പോൾ ഒരു ചോദ്യം വരും, എങ്ങനെയാണ് മോശപ്പെട്ടതാണെന്ന് അറിയുന്നത്? അപ്പോൾ നമ്മുടെ സാഫ് എന്ന വീട്ടിൽ സൂപ്പർവൈസറി ഫ്രെയിംവർക്കിനകത്തിൽ ഇന്ന കുഴപ്പമുള്ള ബാങ്കുകൾ മോശം, ഇന്ന കുഴപ്പങ്ങളുള്ള ബാങ്കുകൾ നല്ലത്, പ്രവർത്തിക്കുന്ന നല്ലത്. അപ്പോൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ തന്നെ നല്ലതുപോലെ പ്രവർത്തിക്കുന്നത് കൊണ്ട് മോശമായി പ്രവർത്തിക്കുന്നത് കൊണ്ട്. മോശമായി പ്രവർത്തിക്കുന്നതിനുള്ള മാനദണ്ഡം എന്തുവാ? ആ മാനദണ്ഡം ഒക്കെ ആണെങ്കിൽ അവർ മോശം ബാങ്കാണ്. ആ മാനദണ്ഡങ്ങളെ ഒക്കെ ഉള്ള ബാങ്കിനെ നമ്മൾ ഒരു ചട്ടക്കൂട്ടിലാക്കും. അതാണ് സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിംവർക്ക്. എല്ലാ ബാങ്കിൻ്റെയും നന്നാക്കാൻ വേണ്ടി സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിംവർക്ക് വേണ്ട. എന്നാൽ ചില മോശപ്പെട്ട അർബൻ ബാങ്കിനെ മാത്രം രക്ഷപ്പെടുത്താൻ സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിംവർക്ക് വേണം, സാഫ് വേണം. അപ്പോൾ ചോദിക്കുന്നു,
ഏതൊക്കെ ബാങ്കാണ്, ഏതൊക്കെ അർബൻ ബാങ്കാണ് മോശം, അങ്ങനെയുള്ളതിനെയാണല്ലോ സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിംവർക്കിൽ വരുത്തേണ്ടത്. അതിന് ചില മാനദണ്ഡങ്ങൾ RBI വെച്ചു. ഇന്ന കുഴപ്പങ്ങളുണ്ടെങ്കിൽ അവര് മോശമാണ്, അവര് സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിംവർക്കിൽ ഉൾപ്പെടുത്തണം. ഈ പറയുന്ന കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പ്രവർത്തിക്കുന്നിരിക്കട്ടെ, നല്ല രീതിയിൽ അവരെ സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിംവർക്കിൽ ഉൾപ്പെടുത്തണ്ട. സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിംവർക്കിൽ ഉൾപ്പെട്ടു എന്ന് വെച്ചാൽ അർത്ഥം ആ സംഘം മോശമാണെന്ന്, അല്ലാതെ അതുകൊണ്ട് വലിയ നേട്ടം ഉണ്ടാക്കിയെന്നല്ല. നമ്മളൊക്കെ ഇന്നതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ മെച്ചപ്പെട്ടല്ലോ എന്ന് നമ്മൾ ധരിക്കാറുണ്ട് ചില കാര്യങ്ങൾ. അതല്ല, ഇവിടെ മോശപ്പെട്ടതായതുകൊണ്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് മാനദണ്ഡം സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിംവർക്കിൽ ഉൾപ്പെടാൻ? ആ സംഘം ഏതൊക്കെ മോശാവസ്ഥയിലായാലാണ്, അതാണ് ചോദ്യം. അതിൽ ഏതൊരു കാരണമല്ല സൂപ്പർവൈസറി ഫ്രെയിംവർക്കിൽ ആക്ഷൻ ഫ്രെയിംവർക്കിൽ വരാനുള്ള കാരണങ്ങൾ ഏതൊക്കെയെന്ന് പഠിച്ചാൽ ആ പോയിന്റുകൾ നിങ്ങൾ പഠിച്ചു വെച്ച് അതിൻ്റെ ആൻസർ എഴുതാം. അതിന് ഞാൻ ആ പോയിന്റ് നിങ്ങളെ ബോധ്യപ്പെടുത്താം. ഒന്ന്, അസറ്റ് ക്വാളിറ്റി നോക്കുമ്പോൾ അസറ്റ് ക്വാളിറ്റി മോശമാണെങ്കിൽ ഉൾപ്പെടുത്തും. അസറ്റ് ക്വാളിറ്റി ഇല്ല, അവർ കൊടുത്തിരിക്കുന്ന അസറ്റ് എന്ന് വെച്ചാൽ ലോണാണ്, ലോണിന് ക്വാളിറ്റി ഇല്ല എന്ന് വെച്ചാൽ കൊടുത്തിരിക്കുന്ന ലോൺ തിരികെ വരുന്നില്ല. അതാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഉൾപ്പെടുത്തും. എവിടെ? സാഫിൽ. വെൻ ഇറ്റ്സ് നെറ്റ് NPA exceed 6%. NPA 6% കൂടുതലാണെങ്കിൽ അവരെ നന്നാക്കിയേ പറ്റൂ. അവരെ അതുകൊണ്ട് സാഫിൽ ഉൾപ്പെടുത്തണം. സൂപ്പർവൈസറി ആക്ഷൻ പ്ലാൻ അവർക്കൂടെ ബാധകമാക്കണം. എന്നിട്ട് 6-ൽ നിന്നും കുറച്ച് കൊണ്ടുവന്ന് അവര് സാഫിൽ നിന്ന് ഒഴിവാക്കാം. പിന്നീട് കുറഞ്ഞാൽ 6-ൽ കൂടിയിട്ടുള്ളതാണെങ്കിൽ, അപ്പൊ സാഫിൽ ഉൾപ്പെട്ടു എന്ന് വെച്ചാൽ ആ ബാങ്ക് മോശമെന്ന് മനസ്സിലാക്കണം നിങ്ങൾ. അതിന്റെ അർത്ഥം 6-ൽ കൂടുതലാണ് അവരുടെ NPA. ഈ സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിംവർക്ക് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന് RBI ആണ് ഈ നോംസ് നിശ്ചയിച്ചത്. മറ്റൊന്ന്, പ്രോഫിറ്റബിലിറ്റി നോക്കും. അത് സാഫിൽ ഉൾപ്പെടുത്തുന്നത് തുടർച്ചയായി 2 കൊല്ലം നഷ്ടത്തിലാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കെങ്കിൽ അവരെ നന്നാക്കിയേ പറ്റൂ, അവരെ സാഫിൽ ഉൾപ്പെടുത്തും. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് മേ ബി പ്ലേസ്ഡ് സാഫ് വെൻ ഇറ്റ് ഇൻകർ ലോസസ് ഫോർ 2 consecutive financial year. തുടർച്ചയായി 2 വർഷം നഷ്ടത്തിൽ വരികയോ അല്ലെങ്കിൽ അക്യൂമുലേറ്റഡ് ലോസ്, ബാലൻസ് ഷീറ്റിൽ നഷ്ടം കൂടി പോകുന്നെങ്കിലോ അതിനേക്കാൾ മോശം അവസ്ഥയാണ്. അപ്പോൾ നഷ്ടമുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു, തുടർച്ചയായി 2 വർഷം നഷ്ടം ഉണ്ടാകുകയോ പണ്ട് മുതലേ നഷ്ടമായാലും 2 പോയിന്റ് ആയാലും അവരെ സാഫിൽ ഉൾപ്പെടുത്തും. ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ CRAR അത് 9% കുറവാണെങ്കിൽ അവരെ ഉൾപ്പെടുത്തും. CRAR 9 കുറവാണെങ്കിൽ ഉൾപ്പെടുത്തും. അത് കുറഞ്ഞാലാണ് ഉൾപ്പെടുത്തുന്നത്, അത് കൂടിയാൽ നിൽക്കേണ്ടത്. ഇത് കുറഞ്ഞാൽ നിൽക്കേണ്ടത്, അത് കൂടിയാൽ ഉൾപ്പെടുത്തും. മറ്റൊന്ന് ഇതാണ് സാഫിൽ ഉൾപ്പെടാനുള്ള കാരണങ്ങൾ. നമ്മുടെ ഇനി ആൻസർ ഒന്ന് നോക്കാം. NPA 6% കൂടിയാൽ ഒന്ന് വന്നു. ഇൻകർ ലോസസ് ഫോർ 2 consecutive financial year അത് വന്നു. അക്യുമുലേറ്റഡ് ലോസ് CRAR കൊണ്ട്, പക്ഷെ അത് 9%. അപ്പൊ ഇതാണ് തെറ്റെന്ന് പറയാൻ കാരണം അതാണ്. ആ സാഫിന്റെ കാര്യം നമ്മൾ പഠിച്ചു വെച്ചാൽ ഇത് നമുക്ക് ആൻസർ എഴുതാം. നിങ്ങളിതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണോ? കേൾക്കുന്നുണ്ട് സാർ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം.
കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നാണ് ഷെഡ്യൂൾഡ് ബാങ്ക് ആയെന്നുള്ളത് നിങ്ങൾക്ക് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ ചോദ്യങ്ങൾ ഇതേ പരീക്ഷയ്ക്ക് തന്നെ ചോദിച്ചിട്ടുണ്ട്, മറ്റ് പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഒരു വലിയ ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾക്ക് കാണാൻ ഒക്കുന്നതല്ല, നിസ്സാര ക്വസ്റ്റ്യനാണ്. നമ്മൾ മറ്റേതിനകത്തിലൊക്കെ ഈ സാഫോ അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യമോ അങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് ചിലപ്പോൾ നിങ്ങളെ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെ പോകുന്നത്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്നതാണ്. നമുക്കറിയാം ജൂലൈ 1966. ഇനിയും ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞ രീതിയിൽ ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന പേരിലാണ് 23/11/1915 അത് രൂപീകരിച്ചത്. അത് നവംബർ 23, 1915. അത് ഒരു ചോദ്യമായിരുന്നു. എന്നാൽ ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്തത് നവംബറിലാണ്. തൊട്ട് മുമ്പത്തെ വർഷം നവംബറിലാണ്. ഡിസംബർ കഴിഞ്ഞ് അടുത്ത വർഷം, ഒരു കൊല്ലമൊന്നും വ്യത്യാസം വരരുത്. ഇത് ഈ വർഷത്തിൻ്റെ അവസാനമായിരുന്നു. ഇത് തുടക്കവുമാണ്. പ്രവർത്തനം ആരംഭിച്ചു. ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന പേര് മാറിയത് 1943. ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന പേര് വന്നത് 1954. സെക്കൻഡ് ഷെഡ്യൂളിൽ RBIയുടെ ആക്ടിൻ്റെ സെക്കൻഡ് ഷെഡ്യൂൾ ഉൾപ്പെട്ടത് 1966. ബാങ്കിങ് ലൈസൻസ് കിട്ടിയത് 1972. കേരള ബാങ്ക് ആയത് 29/11/19. അപ്പോൾ തുടങ്ങിയതും ഒരു 11-ാം മാസത്തിലാണ്. കേരള ബാങ്ക് ആകുന്നതും 11-ാം മാസമാണ്. ദിവസം വ്യത്യാസമുണ്ടെന്ന് മാത്രം. അപ്പം അത് മാറി മാറി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്കിത് അറിയാവുന്നതാണ്, കൂടുതൽ വിവരിക്കേണ്ട കാര്യമില്ല, ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. പിന്നെ 29/11/2019 13 നമ്മുടെ കേരള ബാങ്കിൻ്റെ ചിഹ്നം തന്നെ നമ്പർ 1 എന്നതിനകത്തിൽ 14 ഡോട്ടുകളാണ്. 14 ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിനെ കാണിക്കാൻ 14 പൊട്ട് പോലെ ആ 1ൻ്റെ കൂടി ചേർന്നുണ്ട്. അപ്പം അന്ന് തുടങ്ങിയപ്പോൾ തന്നെ 14 ജില്ലകളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തുടങ്ങുന്നതായിട്ടാണത് നിങ്ങൾക്കറിയാം. പക്ഷേ മലപ്പുറം ചേർന്നില്ല. പിന്നെ കോടതി നിയമം, നമ്മുടെ നിയമത്തിൽ 74H എന്ന് പറഞ്ഞൊരു സെക്ഷൻ കൂട്ടിച്ചേർത്തതിൻ്റെയൊക്കെ ഫലമായും പല പല നിയമപരമായ നടപടികളിലൂടെ നമ്മുടെ സുപ്രീം കോടതി വരെ കേസ് പോയി. ഒടുവിൽ സുപ്രീം കോടതി രജിസ്ട്രാർഡ് പറഞ്ഞു, നിങ്ങൾ അവർക്ക് പറയാനുള്ളത് കേട്ടിട്ട് നിങ്ങൾ മെർജ് ചെയ്യിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ആത്യന്തികമായിട്ട് മെർജ് ചെയ്യാനുള്ള അധികാരം രജിസ്ട്രാർക്ക് കിട്ടി. രജിസ്ട്രാർക്ക് വേണമെങ്കിൽ മെർജ് ചെയ്യാവുന്ന 74H കൂട്ടിച്ചേർത്ത് വെച്ചിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് കോടതി നോക്കിയൊന്ന് രജിസ്ട്രാർക്ക് മെർജ് ചെയ്യാനുള്ള അധികാരം ഉള്ളത് കൊണ്ട്, എങ്കിലും ആ ഒരു കേസ് തന്നതായതുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു, രജിസ്ട്രാർ ഏതായാലും അവർക്ക് പറയാനുള്ളതൊന്ന് കേട്ടിട്ട് മെർജ് ചെയ്തോ. അവർക്ക് പറയാനുള്ളത് എന്തായിരിക്കും, മെർജ് ചെയ്യരുതെന്നായിരിക്കും. അത് കാര്യമില്ല, അത് കേട്ടിട്ടാണ് മെർജ് ചെയ്തത്. ആ മെർജ് ചെയ്തുകൊണ്ട് രജിസ്ട്രാർക്ക് അധികാരം ഇതിനുണ്ടായിരുന്നു. നേരത്തെ നമുക്കറിയാം പൊതുയോഗം കൂടിയൊക്കെ പറ്റത്തുള്ളൂവെങ്കിലും വേണമെങ്കിൽ ചില കേസിൽ കമ്പൽസറി മെർജിങ് പറ്റുമെന്നുള്ള ക്ലോസ് 74H കയറ്റിയത് കൊണ്ട് അത് പ്രയോജനപ്പെടുത്തി കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാറാണ് മെർജ് ചെയ്തത്. അതിൻ്റെ ഒരു ഓർഡർ ഇറക്കി. അത് ആ ഓർഡർ 12/1/2023 അത് CB 5 ഈ ഓർഡർ നമ്പർ പ്രകാരം നിലവിൽ വന്നത് 12/1/2023
മലപ്പുറം DCB മെർജ് ചെയ്തു. ഇത് അതിൻ്റെ കൂടെ നേരത്തെ ഉള്ളതിൻ്റെയാണ്. കാരണം സ്റ്റാഫിൽ നിന്ന് ഉൾപ്പെടുന്നത് ഈ എക്സീഡ് അത് കുറച്ച് NPA കുറച്ച് അവർ നല്ല രീതിയിലേക്ക് വരും എന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അതിവിടെ വേണ്ട, ഇത് നേരത്തെ ഉള്ളത് തന്നെ. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഫ്രം ഡാഷ് ഓൺവേർഡ്സ് Kerala State Cooperative Bank and 13 district cooperative banks are functioning as a single entity. നമ്മുടെ ബാങ്കിൻ്റെ പേര് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് തന്നെയാണ്. അതിൻ്റെ ബ്രാൻഡ് നെയിമാണ് കേരള ബാങ്ക് എന്ന് ഓർക്കണം. നിങ്ങൾക്കറിയാം, ബ്രാൻഡ് നെയിമാണ് നമ്മുടെ മിൽമ, ഹാൻഡെക്സ്, അതിനൊക്കെ വലിയ പേരുകളുണ്ടല്ലോ. സുരഭി, ഇതിനെല്ലാം വലിയ പേരുകളുണ്ട്. അത് ആ വലിയ പേരുള്ള കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം BVS അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബ്രാൻഡ് നെയിമാണ് ഹാൻഡെക്സ് എന്ന് പറഞ്ഞ പോലെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പേരത് തന്നെയാണ്. ബ്രാൻഡ് നെയിം കേരള ബാങ്ക് എന്നായത് നമുക്കറിയാം, നമ്മൾ കണ്ടതാണ് 2019 നവംബർ. അതാണ് നമ്മൾ 29/11/2019 എന്നുള്ള ഡേറ്റ് സഹിതം ഓർക്കുക. ഈ പരീക്ഷയ്ക്ക് ഡേറ്റ് ചോദിച്ചിരുന്നില്ല, നവംബർ 2019 എന്നാണ്. അപ്പം അതുകൊണ്ട് ആൻസർ നവംബർ 2019. ഓറഞ്ച് കളർ ഇൻ ദ കോപ്പറേറ്റീവ് ഫ്ലാഗ്, അത് നിങ്ങൾ പഠിച്ചിട്ട് പോകുന്നതാണ്. നമ്മുടെ പുതിയ ഫ്ലാഗ് അനുസരിച്ച് ഈ വയലറ്റ്, ഡാർക്ക് ബ്ലൂ, സ്കൈ ബ്ലൂ എന്ന രൂപത്തിലൊക്കെ നമ്മുടെ നിറം മാറിയിട്ടുണ്ട്. നമുക്കറിയാം, ഒരു വൈറ്റ് പ്രതലത്തിൽ 6 കളറിൻ്റെ ഒരു ചിഹ്നവും ഒരു കളറെ IC എന്ന് എഴുതാൻ ഉപയോഗിച്ചുള്ള ചിഹ്നമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതാണ് ഫ്ലാഗ്. ഇതിൽ 7 കളറുണ്ട്. ഒരു 6 കളർ ഇങ്ങനെ ആ വൈറ്റ് പ്രതലത്തിൽ റെയിൻബോ പോലെ വരച്ചിട്ട് ഒരു കളർ ICA എന്ന് എഴുതാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരച്ചേക്കുന്ന നോക്കുമ്പോൾ 6 കളറേ കാണത്തുള്ളൂ. ഒരു കളർ ICAക്ക്, അത് വയലറ്റ് ആണ്. ബാക്കി 6. അപ്പോൾ ഇപ്പോഴും നിലവിലും 7 കളർ തന്നെ ഉണ്ട്. അത് ഓരോ കളറും എന്തിനെ പ്രതിദാനം ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ഓറഞ്ച് എന്തിനെയാണെന്നാണ് ചോദ്യം. അതറിയാം നിങ്ങൾക്ക്. ഈ റെഡ് എന്ന് പറഞ്ഞാൽ കറേജ് ആണ്. ഓറഞ്ച് വിഷൻ പോസിബിലിറ്റീസ് ആണ്. യെല്ലോ ചലഞ്ച് ദാറ്റ് ഗ്രീൻ ഹാസ് കിൻഡിൽഡ് ആണ്. ഗ്രീൻ സ്ട്രൈവ് ഫോർ ഗ്രോത്ത് ആണ്. സ്കൈ ബ്ലൂ ഫോർ ഹോറിസൺ നീഡ് ഫോർ പ്രൊവൈഡ് എഡ്യൂക്കേഷൻ. ഡാർക്ക് ബ്ലൂ സജസ്റ്റ് പെസിമിസം. ചുരുക്കി പറഞ്ഞാണ് വയലറ്റ് വാംത ബ്യൂട്ടി ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ ഓറഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വിഷൻ പോസിബിലിറ്റീസ് ആണ്. ഇപ്പോൾ ചോദ്യം ഓറഞ്ച് ഓഫേഴ്സ് വിഷൻ പോസിബിലിറ്റീസ്. ഇത് എഴുതാൻ നമ്മൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആൻസറായിട്ട് പഠിച്ചു വെക്കുകയല്ല വേണ്ടത്. ഇത് നമ്മൾ ആ ഓരോ കളറിൻ്റെയും മറ്റേ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ. ഇൻഡിഗോ ഇപ്പോൾ ഇല്ലാത്തതിന് പകരം ഇൻഡിഗോയ്ക്ക് പകരം ഡാർക്ക് ബ്ലൂ ആയി. വെറും ബ്ലൂവിന് പകരം സ്കൈ ബ്ലൂ ആയി. ബാക്കിയെല്ലാം അത് തന്നെയാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ ഓറഞ്ച്, വയലറ്റ്, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് പണ്ടത്തെ കളർ തന്നെ പേരാണ്. ഇത് ഡാർക്ക് ബ്ലൂ പണ്ടറിയപ്പെട്ട ഇൻഡിഗോ എന്നായിരുന്നു. ഇത് വെറും ബ്ലൂ എന്നായിരുന്നു, അത് സ്കൈ ബ്ലൂ ആയി. അപ്പം അതിൻ്റെ എല്ലാം 7 എണ്ണം പഠിച്ചു വെക്കാമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അപ്പം ഇത് ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ വെറുതെ വായിച്ച് നിങ്ങളോട് ആൻസർ പറയേണ്ട, അതുകൊണ്ട് അർത്ഥമില്ലല്ലോ എന്ന് ധരിച്ച്, അത് നിങ്ങൾക്കറിയാവുന്നതാണ്, നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതാണ് ഓൾറെഡി പ്രൊഫഷണൽ കീയിലൂടെയൊക്കെ. അതിനോടനുബന്ധമായി ഓർത്തിരിക്കത്തക്ക കാര്യങ്ങളോട് ചർച്ച ചെയ്ത് നമ്മൾ പോയതാണ്. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. Thank you, sir.